വെൽക്കം ടു റിജു ആൻഡ് PSK ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ച ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനാണ്. നമ്മൾ ടെമ്പറേച്ചറിൻ്റെ ബേസിക് യൂണിറ്റുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ കൺവേർഷൻസ് എന്തൊക്കെയാണ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് എക്സാമ്പിൾ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ട് കലോറിമെട്രിയിലേക്ക് കടക്കുകയാണ്. കലോറിമെട്രി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജിയുടെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെഷറാണ്, അല്ലെങ്കിൽ ആ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ കലോറിമെട്രിയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ടു സിസ്റ്റംസ് ആൻഡ് ഓൾസോ ദ ഫിസിക്കൽ ചേഞ്ചസ് ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ സിസ്റ്റം ഡ്യൂ ടു ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എനർജി. രണ്ട് കാര്യങ്ങളാണ് കലോറിമെട്രിയിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഒന്ന്, ട്രാൻസ്ഫർ ചെയ്ത ഹീറ്റ് എനർജിയുടെ എമൗണ്ട്. കലോറിമെട്രി ഈസ് ദ സ്റ്റഡി ഓഫ് amount of heat energy transferred between two systems and the physical changes എന്ന് പറഞ്ഞാൽ അറിയാം, the change of stateനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ rise of temperatureനെയാണ് ഉദ്ദേശിക്കുന്നത്. The physical changes that is caused by the system after absorbing or releasing the heat energy. ഈ രണ്ട് കാര്യങ്ങളാണ് കലോറിമെട്രിയിൽ നമ്മൾ കാണേണ്ടി വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വിൽ സീ ഇറ്റ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, അത് ഞാനതൊരു ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതാണ് നമ്മളുടെ കലോറിമെട്രിയുടെ. അപ്പോൾ നമുക്ക് അതിലേക്ക് തുടങ്ങാം. കലോറിമെട്രിയുടെ കാര്യങ്ങളങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. കലോറിമെട്രി, അപ്പോൾ അത് എന്തിനാണ് ഇതിന് കലോറിമെട്രി എന്ന് പേര് കൊടുത്തിരിക്കുന്നത്? കലോറി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് അല്ലേ. അപ്പോൾ ഹീറ്റിൻ്റെ ഒരു യൂണിറ്റാണ് കലോറി. പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്തിരുന്ന, ഇപ്പോഴും നമ്മൾ കലോറി എന്ന് പറയുന്ന യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഏത് ഫുഡ് ഐറ്റംസ് എടുക്കുകയാണെങ്കിലും അതിൽ എനർജി റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് കലോറിയിലായിരിക്കും, ഹീറ്റ് എനർജി കൺസംഷൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫുഡ് പാക്കറ്റൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഐസ്ക്രീമിൻ്റെ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും ഇത്ര ഗ്രാം ഐസ്ക്രീമിന് ഇത്ര കലോറി എനർജി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ എന്താ പറയുക, നടന്നൊക്കെ കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേ ദൂരം നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബാൻഡൊക്കെ കിട്ടുമല്ലോ, ഹെൽത്ത് ബാൻഡൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ബാൻഡിൽ എഴുതി കാണിക്കും നിങ്ങൾ ഇത്ര ദൂരം നടന്നു, ഇത്ര കലോറി എനർജി, ഇത്ര കലോറി അവിടെ കൺസംഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് കാണിക്കും. ഇപ്പോൾ കലോറി എന്ന് പറയുന്നത് പഴയ യൂണിറ്റ് ആണെങ്കിലും സ്റ്റിൽ നമ്മൾ കോമൺ പർപ്പസിന് വേണ്ടി ഇപ്പോഴും കലോറി യൂണിറ്റിന്, അല്ലാണ്ട് ജൂള് എന്ന് പറയുന്ന വലിയ യൂണിറ്റ് നമ്മളവിടെ യൂസേജ് കുറവാണ്. ഓക്കെ, അപ്പോൾ കലോറിമെട്രിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് അറിയേണ്ട കാര്യം, ബേസിക് ആയിട്ടുള്ള രണ്ട് യൂണിറ്റുകൾ ഹീറ്റിൻ്റെ, ഒന്ന് ജൂളാണ്, മറ്റേത് കലോറിയാണ്. അപ്പോൾ അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു ജൂളും അല്ലെങ്കിൽ ജൂളും കലോറിയും തമ്മിലുള്ള കൺവേർഷൻ ഫാക്ടർ നമുക്ക് അറിയണം. രണ്ട് യൂണിറ്റുകൾ എന്താണെന്നുള്ളത് ആദ്യം കണ്ടതിന് ശേഷം നമുക്ക് കൺവേർഷനിലേക്ക് പോകാം കേട്ടോ. ജൂള് എന്ന് പറഞ്ഞാൽ അത് SI യൂണിറ്റാണ്. അതുപോലെ കലോറി എന്ന് പറയുന്നത് കോമൺലി SI യൂണിറ്റ് അല്ല കേട്ടോ, മറ്റേ CGS യൂണിറ്റ് അല്ല കേട്ടോ. CGS യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത് എർഗാണ്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്ന യൂണിറ്റാണ്. ഇപ്പോൾ ഡിഗ്രി സെൽഷ്യസ് SI ആണോ CGS ആണോ എന്ന് ചോദിച്ചാൽ രണ്ടുമല്ല. ഡിഗ്രി സെൽഷ്യസ് കോമൺലി യൂസ് ചെയ്യുന്ന യൂണിറ്റാണ്, അതിന് CGSുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ ജൂളുണ്ട്, കലോറി ഉണ്ട്. കൺവേർഷൻ അറിയാമെന്ന് തോന്നുന്നു. 1 കലോറി ഈക്വൽ ടു, നമ്മൾ 4.2 എന്ന് പറഞ്ഞാണ് പഠിച്ചിട്ടുള്ളത് കേട്ടോ. പക്ഷേ ആക്ച്വൽ വാല്യൂ എന്താണ്? 4.186 ജൂളാണ്. ഓക്കെ, ഈ 4.186നെ നമ്മൾ പറയുന്ന പേരാണ് മെക്കാനിക്കൽ ഈക്വലൻ്റ് ഓഫ് ഹീറ്റ് എന്ന്. അതായത് പണ്ട് കാലത്തൊക്കെ നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യുന്നു, ആ വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന അത്രയും ഹീറ്റ് എനർജി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വർക്ക് വിൽ ബി ക്രിയേറ്റിംഗ് സം റൈസ് ഓഫ് ടെമ്പറേച്ചർ. അറിയാലോ നിങ്ങൾക്കത്. നമ്മളിപ്പോൾ നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ റഫായിട്ടുള്ള സർഫസിൽ നമ്മൾ കൈ ഉറച്ചു കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. സോ നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാർ കുറേ ദൂരം ഓടുകയാണ്, അതിൻ്റെ ടയർ ചൂടാവും. സോ വർക്ക് ചെയ്യുന്ന സമയത്ത് ദാറ്റ് വർക്ക് വിൽ ബി ക്രിയേറ്റിംഗ് സം സോർട്ട് ഓഫ് റൈസ് ഓഫ് ടെമ്പറേച്ചർ. അത്രയും റൈസ് ഓഫ് ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യാൻ എത്ര ഹീറ്റ് എനർജി വേണ്ടി വരും എന്ന് കാണിക്കുന്ന ഒരു യൂണിറ്റ് കൺവേർഷൻ ഫാക്ടറാണ് ഈ പറയുന്ന മെക്കാനിക്കൽ ഈക്വലൻ്റ് ഓഫ് ഹീറ്റ്. ഇതൊന്നും നമുക്കങ്ങനെ +1 എക്സാമിനും ചോദിക്കുന്ന കാര്യങ്ങളല്ല. നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുമ്പോൾ ഇതുപോലുള്ള ടൈംസ് വന്നാൽ നിങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലാവണം. സോ മെക്കാനിക്കൽ ഈക്വലൻ്റ് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞത് ഈ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജൂളും കലോറിയും തമ്മിൽ കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു നമ്പർ, അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ഈക്വലൻ്റ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചില ബുക്ക് നമ്മുടെ കോമ്പറ്റേറ്റീവിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, W = J × H
where H represents the heat and W represents the work, and J is called as the mechanical equivalent of heat energy. ഇവിടെ W എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് പറയാലോ J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡിവൈഡഡ് ബൈ ഹീറ്റ് എന്ന് എഴുതാം. ഇതിൻ്റെ വാല്യൂ ആണ് മക്കളെ. വർക്ക് നമ്മൾ യൂസ് ചെയ്തിരുന്നത്, വർക്കിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ഹീറ്റ് നമ്മൾ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിലാണ്? കലോറിയിലാണ്. അപ്പോൾ ജൂൾ ബൈ കലോറി എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാവും. ജൂൾ ഡിവൈഡഡ് ബൈ കലോറി, ജൂൾ ബൈ W/H അല്ലേ വരുന്നത്. ജൂൾ ഡിവൈഡഡ് ബൈ കലോറി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരുന്ന ജൂൾ ബൈ കലോറി അല്ല, സോറി ഞാൻ പറഞ്ഞ അങ്ങോട്ടും മാറിപ്പോയില്ലേ. ഇവിടെ J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4.186. പറഞ്ഞാൽ മാറിപ്പോയിട്ടില്ലല്ലോ. J is equal to 4.186. യൂണിറ്റ് എന്താ വരുന്നത്? യൂണിറ്റ് ആക്ച്വലി അത് യൂണിറ്റ് ലെസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. 4.186 ജൂൾ പെർ കലോറി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ മെക്കാനിക്കൽ ഈക്വലൻറ്റിനെ എന്താണെന്ന് ആലോചിച്ച് കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല. അത് സിമ്പിൾ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ജൂളിനും കലോറിക്കും ഇടയിലുള്ള കൺവേർഷൻ ഫാക്ടറാണ് ഈ പറയുന്ന മെക്കാനിക്കൽ ഈക്വലൻറ്റ് J എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ജൂൾ ബൈ കലോറി എന്ന് പറഞ്ഞാൽ അതൊരു യൂണിറ്റ് ലെസ് ഫാക്ടർ ആയതുകൊണ്ട് നമ്മൾ എഴുതേണ്ട കാര്യമില്ല കേട്ടോ. ജസ്റ്റ് അത് എത്ര തന്നെ ഉണ്ടാവുള്ളൂ? 4.186 തന്നെ ഉണ്ടാവുള്ളൂ ജൂൾ പെർ കലോറി. അപ്പോൾ കൺവേർഷൻ ഫാക്ടർ ഇസ് ഗിവൺ ഹിയർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ കലോറിമെട്രി എന്ന് ഉദ്ദേശിക്കുന്ന ഈ ഒരു ബ്രാഞ്ചിന് നമ്മൾ കലോറിമെട്രി എന്ന് പറഞ്ഞ പേര് കൊടുക്കാൻ കാരണം പണ്ട് കാലം തൊട്ടേ കൊടുത്ത പേരാണ്. കാരണം അന്നത്തെ കാലത്ത് എനർജിയുടെ യൂണിറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് കലോറിയാണ്. അപ്പോൾ ഹീറ്റ് എനർജിയുടെ, പ്രത്യേകിച്ചും ഹീറ്റ് എനർജിയുടെ യൂണിറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് കലോറിയാണ്. ഇപ്പോഴും മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കലോറിയാണ്, ഈവൻ ദോ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഈസ് ജൂൾ. അപ്പോൾ ആ ഹീറ്റ് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആയതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് കൊടുക്കുന്നത്? കലോറിമെട്രി. ഹൗ മച്ച് കലോറി ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ടു സിസ്റ്റംസ് എന്നുള്ളൊരു അർത്ഥത്തിലാണ് അതിന് എന്ത് പേര് കൊടുത്തിരിക്കുന്നത്? കലോറിമെട്രി എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മെക്കാനിക്കൽ ഈക്വലൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന സംഭവമാണ്. ദ കൺവേർഷൻ ഫാക്ടർ ബിറ്റ്വീൻ ഹീറ്റ് എനർജി അല്ലെങ്കിൽ കലോറി ആൻഡ് ജൂൾ. അത്ര മനസ്സിലാക്കിക്കോളൂ. അത് പല ബുക്കുകളിലും അത് വല്ലാതെ കോംപ്ലിക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി മക്കളെ. എന്താണ് മെക്കാനിക്കൽ ഈക്വലൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലോറിക്കും ജൂളിനും ഇടയിലുള്ള ഒരു കൺവേർഷൻ ഫാക്ടറാണ് ഈ പറയുന്ന മെക്കാനിക്കൽ ഈക്വലൻ്റ്. മെക്കാനിക്കൽ ഈക്വലൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4.186 ആണ്. അതൊരു യൂണിറ്റ് ലെസ് ആയിട്ടുള്ള, ഡയമെൻഷൻ ലെസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. യൂണിറ്റ് ലെസ് എന്ന് പറയാൻ കാരണം അറിയാലോ, ജൂൾ ബൈ കലോറി എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിവിടെ കാണേണ്ടത് ഇപ്പോൾ എന്താണ് കലോറിമെട്രി എന്ന് പറഞ്ഞു. കലോറിമെട്രിയുടെ കാര്യങ്ങളിലേക്ക് അടക്കമാണ്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് അതിന് ആ ബ്രാഞ്ചിന് ആ ഒരു മെത്തേഡിന് നമ്മൾ കലോറിമെട്രി എന്ന് പേര് കൊടുക്കാൻ കാരണം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. കളർ ഇങ്ങനെ മാറി മാറി വരികയാണ്. സോ കലോറിമെട്രി എന്താണ്? കലോറിമെട്രി എന്നുള്ളത് കാണണം. കലോറിമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ക്വാണ്ടിറ്റേറ്റീവ് study of heat transfer. ഒന്നാമത്തെ നമ്മൾ നോക്കേണ്ടത് അതാണ്. രണ്ടാമത് കലോറിമെട്രിയിൽ ഉൾപ്പെട്ടുള്ളത് എന്താണ്? ദ ഫിസിക്കൽ ചേഞ്ചസ് ഡ്യൂ ടു അബ്സോർപ്ഷൻ ഓർ റിജക്ഷൻ ഓഫ് ഹീറ്റ്. ഈ രണ്ട് കാര്യങ്ങളാണ് കലോറിമെട്രിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കലോറിമെട്രിയുടെ മെയിൻ രണ്ട് കാര്യങ്ങൾ ഇതൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ നമുക്കവിടെ എന്തൊക്കെയാണ് മെയിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ്. ഇപ്പോൾ ഏതൊരു പ്രോസസ്സ് ആണെങ്കിലും ദർ ഷുഡ് ബി സം പ്രിൻസിപ്പിൾസ് ഓർ കൺവെൻഷൻസ് ബിഹൈൻഡ് ദിസ്. കലോറിമെട്രിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുക. പ്രിൻസിപ്പിൾസ് ഓഫ് കലോറിമെട്രി. അതിൽ ഒന്നാമത്തെയാണ് ദ പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് വേണ്ട, പിന്നെ ഒരു ഒന്നാമത്തെ കാര്യമാണ് ലോ ഓഫ് മിക്സ്ചർ. ലോ ഓഫ് മിക്സ്ചർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. സപ്പോസ്
two systems are in contact which are capable of transferring the heat energy, then the heat lost by one system is equal to heat gained by the other. സംഭവം സിമ്പിളാണ്. ഒരു സിസ്റ്റത്തിന് രണ്ടുപേര് കോണ്ടാക്റ്റിൽ ഇരിക്കുകയാണെങ്കിൽ, അതായത് കോണ്ടാക്റ്റിൽ ഇരിക്കുകയാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ കേട്ടോ, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ കേപ്പബിൾ ആയ രീതിയിൽ കോണ്ടാക്റ്റിൽ ഇരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫ്ലാസ്കിൽ വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഹീറ്റ് ട്രാൻസ്ഫർ വളരെ നെഗ്ലിജിബിൾ എമൗണ്ട് ആണ്. അങ്ങനെയല്ല, ഇപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാവുന്ന രീതിയിൽ രണ്ട് സിസ്റ്റംസ് കോണ്ടാക്റ്റിൽ ഇരിക്കുകയാണെങ്കിൽ ദ ഹീറ്റ് ലോസ്റ്റ് ബൈ ദ സിസ്റ്റം ഷുഡ് ബി ഈക്വൽ ടു ദ ഹീറ്റ് ഗെയിൻഡ് ബൈ ദ അതർ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോ ഓഫ് മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ചെറുതായിട്ടൊന്ന് എഴുതുന്നുണ്ട്. ലോ ഓഫ് മിക്സ്ചർ എന്താണ്, ദ ഹീറ്റ് ലോസിന് ഡെൽറ്റ ക്യൂ എന്ന് പറയാമല്ലോ. ഹീറ്റ് ലോസ്റ്റ് ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ എന്നാണ്. ഹീറ്റ് ലോസ് ഇസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു തരത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താണ്, ദാറ്റ് ഇസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഹീറ്റ് എനർജിയാണ്. ഒരിക്കലും ഹീറ്റ് അവിടെ ഇവഞ്ച്വലി ഒരാൾക്കും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇതിൻ്റെ എത്ര ഹീറ്റ് പോയിട്ടുണ്ടോ അത് അത്രയും ഹീറ്റ് ഇതിന് കിട്ടുന്നുണ്ട് രണ്ടാമത്തെ സിസ്റ്റത്തിന്. അതായത് ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ റൂമിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ റൂമാണ് അവിടെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നത്. ഈ വെള്ളമാണ് ഹീറ്റ് എനർജിയെ റിലീസ് ചെയ്യുന്നത്. സോ വെള്ളത്തിന് എത്ര ഹീറ്റ് എനർജി ലോസ് ആയിട്ടുണ്ടോ അത്രയും ഹീറ്റ് എനർജി എവിടേക്ക് വരുന്നുണ്ട്, റൂമിലേക്ക് വരുന്നുണ്ട്. അല്ലാതെ ഇറ്റ് ഈസ് നെയ്തർ ഗോയിങ് എവേ, അല്ലെങ്കിൽ നെയ്തർ ഡിസ്ട്രക്റ്റഡ് ഓർ നോർ ലോസ്റ്റ് ബൈ ദ റൂം. അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. ആ ഈ വെള്ളത്തിന്, അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ റൂമാണ്, സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെള്ളമാണ്, സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ റൂമാണ്. സോ വെള്ളത്തിന് എത്ര ഹീറ്റ് എനർജി നഷ്ടപ്പെടുന്നുണ്ടോ അത്രയും ഹീറ്റ് എനർജി ആർക്ക് കിട്ടുന്നുണ്ട്, ഈ റൂമിൽ കിട്ടുന്നുണ്ട്. അല്ലാതെ അതിനൊരിക്കലും എനർജി ഒരിക്കലും അവിടെ എന്തായി പോകുന്നില്ല, ഡിസ്ട്രോയ് ചെയ്ത് പോകുന്നില്ല. എനർജി ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി ലോ ഓഫ് കൺസർവേഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഫണ്ടമെന്റൽ ലോസ് ഓഫ് നേച്ചർ, കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ലോ ഓഫ് മിക്സ്ചർ, ദാറ്റ് ഈസ് ഹീറ്റ് ലോസ്റ്റ് ബൈ വൺ സിസ്റ്റം ഈസ് ഈക്വൽ ടു ദ ഹീറ്റ് ഗെയിൻഡ് ബൈ ദ അതർ. അത് ആദ്യത്തെ. രണ്ടാമത്തെ പറയുന്നത് ഇപ്പോൾ ഹീറ്റ് ലോസ് ചെയ്യണം അല്ലെങ്കിൽ ഹീറ്റ് ഗെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അവിടെ എന്തായിരിക്കണം, there should be a temperature difference between the system and surroundings. സിസ്റ്റവും സറൗണ്ടിങ്ങും സെയിം ടെമ്പറേച്ചറിലാണെങ്കിൽ അവിടെ എന്ത് നടക്കില്ല, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. അപ്പോൾ നമുക്ക് കലോറിമെട്രി അവിടെ പ്രിൻസിപ്പിൾ ഒന്നും അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. then you cannot say that heat loss is equal to heat gain എന്ന് പറയാൻ പറ്റില്ല. So in order to transfer the heat energy between the two systems there should not be a thermal equilibrium. അതായത് for transfer of heat energy the thermal equilibrium should between the system and surrounding should be violated. Thermal equilibrium ഒരു വയലേഷൻ ഉണ്ടായാൽ മാത്രമേ, അല്ലെങ്കിൽ രണ്ടുപേരുടെയും ടെമ്പറേച്ചർ ഡിഫറൻസ് 0 അല്ലെങ്കിൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ, ഹീറ്റ് എനർജി ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. ആൻഡ് ദിസ് ഹീറ്റ് എനർജി ട്രാൻസ്ഫർ വിൽ ഒക്കർ ടിൽ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് അറ്റൈൻസ് എ തെർമൽ ഇക്വിലിബ്രിയം. ഇപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, 90 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം 30 ഡിഗ്രി സെൽഷ്യസിൽ സറൗണ്ടിങ്ങിലുള്ള റൂമിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരും ഹീറ്റ് ലോസ് ആവുന്നതിനനുസരിച്ച്. അങ്ങനെ എപ്പോഴാണോ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 30 ഡിഗ്രി ആവുന്നത് ആ സമയത്ത് വെച്ച് എന്ത് സ്റ്റോപ്പ് ചെയ്യാണ്, ഹീറ്റ് ട്രാൻസ്ഫർ സ്റ്റോപ്പ് ചെയ്യാണ്. ബിക്കോസ് അറ്റ് ദാറ്റ് സ്റ്റേറ്റ് ദ ഹീറ്റ് ടെമ്പറേച്ചർ ഓഫ് ദ റൂം ആൻഡ് ദ ടെമ്പറേച്ചർ ഓഫ് ദ വാട്ടർ ഇൻ ദ ബീക്കർ ബിക്കംസ് ഈക്വൽ. അപ്പോൾ അവിടെ ഡൗട്ട് ചോദിക്കാം, വെള്ളത്തിൽ നിന്ന് ഹീറ്റ് എനർജി കിട്ടുകയല്ലേ, അപ്പോൾ റൂമിൻ്റെ ടെമ്പറേച്ചർ കൂടില്ലേന്ന്. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല മക്കളെ. കാരണം ഒരു പാത്രത്തിലെ വെള്ളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലെ ചായയെന്നോ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ റൂം ചൂടാവുമൊന്നുമില്ല. അതേസമയം നിങ്ങൾ വലിയൊരു പാത്രത്തിൽ, ഇപ്പോൾ ഈ റൂമിൻ്റെ അത്രയ്ക്ക് ഈ റൂമിൻ്റെ പകുതിയോളം സ്പേസിലുള്ള ഇതിൻ്റെ അകത്തൊരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ റൂമിൻ്റെ ടെമ്പറേച്ചർ കൂടാം. കാരണം അവിടെ ഒരു കാര്യം കൂടെ എടുത്തു പറയണം, ഫോർ ദ റൈസ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് ദ റൂം ദ ടെമ്പറേച്ചർ ഓഫ് അല്ലെങ്കിൽ ദ സൈസ് ഓഫ് ദ റൂം ആൻഡ് ദ സൈസ് ഓഫ് ദ കണ്ടെയ്നർ ഷുഡ് ബി കമ്പയറബിൾ. ഇപ്പോൾ ഒരു ഗ്ലാസ് ചായ ഞാൻ ഇവിടെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ആ ചായയുടെ ഹീറ്റ് മൊത്തം റൂം വലിച്ചെടുക്കും. എന്ന് വെച്ചാൽ റൂമിൻ്റെ ടെമ്പറേച്ചർ കൂടുകയൊന്നുമില്ല. കാരണം അവിടെ എന്തായിരിക്കണം, ദ സൈസ് ഓഫ് ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ് ഷുഡ് ബി കമ്പയറബിൾ. നിങ്ങളിപ്പോൾ ബാത്റൂമിൽ വലിയൊരു ടബ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ടബിനകത്ത് നിറച്ച് ചൂടുവെള്ളം നിറച്ചിട്ടിരിക്കുകയാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ ബാത്റൂം ചൂടായിട്ടുണ്ടാവും. കാരണം കമ്പാരബിൾ സൈസാണ്, വലിയൊരു ടബ്ബാണ്, ആ ടബിനകത്ത് നല്ല ചൂടുവെള്ളമാണ്. അപ്പോൾ കുറച്ചൊന്ന് റൈസ് ഓഫ് ടെമ്പറേച്ചർ ഉണ്ടാവും. ബാത്റൂമിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ചെറുതല്ലേ. അപ്പോൾ അവിടെ ടെമ്പറേച്ചറിൽ ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ, പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്, അവിടെ റൂം ഹീറ്റ് അബ്സോർബ് ചെയ്യില്ല, അപ്പോൾ റൂമിൻ്റെ ടെമ്പറേച്ചറിൽ ചേഞ്ച് വരേണ്ടത്. റൂമിൻ്റെ ടെമ്പറേച്ചറിൽ ചേഞ്ച് വരാം എപ്പോഴാണ്, വെൻ ദ സൈസ് ഓഫ് ദ കണ്ടെയ്നർ ആൻഡ് ദ സൈസ് ഓഫ് ദ റൂം ഷുഡ് ബി കമ്പയറബിൾ. ഓക്കെ,
ഇപ്പോൾ ഒരു വലിയൊരു ഹോളിനകത്ത് ഒരു വലിയ ബീക്കറിൽ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ, വലിയൊരു ബീക്കർ, ഇപ്പോൾ നമുക്ക് വിചാരിക്കാം ഒരു വലിയൊരു ഹോള്, ആ ഹോളിൻ്റെ അറ്റത്തായിട്ടൊരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ നമ്മൾ നിറച്ച് ചൂടുവെള്ളം വെക്കുകയാണ്. ആ ചൂടുവെള്ളം വെച്ചുകൊണ്ട് റൂമിൻ്റെ ഹോളിൻ്റെ ടെമ്പറേച്ചറിന് ഒരു ചേഞ്ചും വരില്ല. മേ ബി ആ ടാങ്കിൻ്റെ അടുത്ത് പുറത്തൊക്കെ ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരാമെങ്കിലും ഇറ്റ് വിൽ നെവർ അഫക്റ്റ് ദ ഹോൾ ആസ് എ ഹോൾ. മൊത്തമായിട്ടൊരു ഹോളിനെ അത് അഫക്റ്റ് ചെയ്യില്ല. കുറച്ചൊരു റീജിയനിൽ ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവാം. അപ്പോൾ അത് ഓർമ്മിക്കേണ്ടത്, ഫോർ ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ്, ദ സൈസ് ഓഫ് ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് കമ്പയറബിൾ. ഈക്വൽ ആവണമെന്നൊന്നും പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് കമ്പയറബിൾ എങ്കിലും ആവണം. ഓക്കെ. അതേസമയം ഇപ്പോൾ ഇതിപ്പോൾ ഈ അറ്റ്ലീസ്റ്റ് കമ്പയറബിൾ എന്ന് പറഞ്ഞപ്പോൾ അത് ക്ലിയർ ആവാത്ത ആൾക്കാരുണ്ടാവാം. അതുകൊണ്ടൊരു കാര്യം പറയാം, ഇപ്പോൾ റൂമിൽ വെച്ചാലാണ് ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബക്കറ്റ് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ, ആ കണ്ടെയ്നറിൽ ഒരു ഗ്ലാസ് നല്ല ചൂടുവെള്ളം ഇറക്കി വയ്ക്കുക. എന്നിട്ട് അത് അടച്ചു വയ്ക്കുക. അപ്പോൾ എന്തായാലും കണ്ടെയ്നറിൻ്റെ അകത്തെ ടെമ്പറേച്ചർ കുറവായിരിക്കും, ചൂടുവെള്ളം നല്ല ഹൈ ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താവാം, ഈ പറഞ്ഞ വെള്ളത്തിൽ നിന്ന് ഹീറ്റ് എനർജി അങ്ങോട്ടേക്ക് വരും, കണ്ടെയ്നറിൻ്റെ അകത്തേക്ക്. ഒരു ബക്കറ്റ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബക്കറ്റായിട്ട് വിചാരിച്ചു. കുറച്ച് നേരം കഴിഞ്ഞ് ബക്കറ്റ് തുറന്ന് നോക്കിയാൽ ബക്കറ്റിൻ്റെ അകത്തെ എയറിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് കൂടിയിട്ടുണ്ടാവും. കാരണം ഗ്ലാസ്സിലെ വെള്ളവും ബക്കറ്റും സൈസ് കമ്പയറബിൾ ആണ്. പക്ഷേ ഇതേ ഗ്ലാസ്സിലെ വെള്ളം റൂമിൽ വെച്ച് കഴിഞ്ഞാൽ റൂമിൻ്റെ ടെമ്പറേച്ചർ കൂടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കമ്പാരിസൺ ഓഫ് സൈസസ് ഓഫ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ഈസ് മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് റൈസ് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ. അപ്പോൾ പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കലോറിമീറ്ററി എന്താണ്, കലോറിമീറ്ററിയുടെ പ്രിൻസിപ്പിൾസ് ഈ കാണിച്ചിരിക്കുന്നതൊക്കെയാണ്. ലോ ഓഫ് മിക്സ്ചറും അതുപോലെ തന്നെ വയലേഷൻ ഓഫ് തെർമൽ ഇക്വിലിബ്രിയം. ഇതിനെ പല സ്ഥലത്തും വയലേഷൻ ഓഫ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയാറുണ്ട്. അങ്ങനെ വലിച്ചു നീട്ടി എഴുതണ്ട. വയലേഷൻ ഓഫ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണ്, there should not be any the temperature of the system and surrounding should not be equal, അല്ലെങ്കിൽ ഡെൽറ്റ ടി should not be equal to 0. ഇത്ര കാര്യമുള്ളൂ. അതങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് കലോറിമെട്രിയിൽ ഫണ്ടമെൻ്റൽസ്. ഇനിയിപ്പോൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അവിടെ നോക്കേണ്ടത് എന്തൊക്കെയാണ് കലോറിമെട്രിയിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ടേംസ് ആരൊക്കെയാണെന്നാണ് കാണേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഒന്നാമത്തെ കലോറിമെട്രിയിൽ എപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ടേംസിൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് ആസ് ഹീറ്റ് കപ്പാസിറ്റി. ചിലയിടത്ത് അതിനെ തെർമൽ കപ്പാസിറ്റി എന്നും പറയാറുണ്ട്. ഒന്നുകിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ തെർമൽ കപ്പാസിറ്റി എന്ന് പറയാം. അപ്പോൾ എന്താണ് ഹീറ്റ് കപ്പാസിറ്റി എന്നുള്ളത്? വെറുതെ ഡെഫിനേഷൻ പഠിച്ചുകൊണ്ട് കാര്യമില്ല കേട്ടോ മക്കളെ. ഇപ്പോൾ ഞാൻ പറയാണ്, ഒരു ബീക്കറിനകത്ത് കുറച്ച് വെള്ളം എടുത്തു. വെള്ളത്തിന് നമുക്ക് അറിയില്ല എത്ര വെള്ളം, ഏതെങ്കിലും ലിക്വിഡ് എടുത്തു. അതിൻ്റെ ഇപ്പോൾ മാസ്, ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു മാസം ഉണ്ടാവുമല്ലോ, എത്രയാണെന്ന് അറിയില്ല നമുക്ക്. സോ ലെറ്റ് സം മാസ് ഓഫ് വാട്ടർ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഹീറ്റ് എനർജി കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം പ്രൊവൈഡിങ് എ ഹീറ്റ് എനർജി കണ്ടിന്യൂസ്ലി. കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഐ ക്യാൻ സീ ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ബൈ ആൻ എമൗണ്ട് ഓഫ് ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്നോ ഡി ടി എന്നോ ഇത് വേണമെങ്കിൽ പറഞ്ഞോട്ടാ. അപ്പോൾ ഡെൽറ്റ ടി ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവാൻ വേണ്ടി എനിക്ക് കൊടുക്കേണ്ടി വരുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ആണെന്ന് വിചാരിക്കുക. അതായത് ഫോർ ദ റൈസ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് ഡെൽറ്റ ടി കെൽവിൻ ഐ ഹാവ് ടു ഗിവ് എ ഹീറ്റ് എനർജി ഓഫ് ഡെൽറ്റ ക്യൂ ജൂൾ അല്ലെങ്കിൽ കലോറി. അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ പറഞ്ഞൂടെ, ഡെൽറ്റ ക്യൂ ജൂൾ കൊടുത്താൽ ഡെൽറ്റ ടി കെൽവിൻ ടെമ്പറേച്ചർ റൈസ് ഉണ്ടാക്കാം. ഇത്രയും ഹീറ്റ് കൊടുത്താൽ ഡെൽറ്റ ടി കെൽവിൻ ഉണ്ടാക്കാം. ഇപ്പോൾ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 10 ആവാം, 20 ആവാം, 30 ആവാം. അങ്ങനെയാണെങ്കിൽ ഒരു കെൽവിൻ ടെമ്പറേച്ചർ കൂട്ടാൻ നമ്മൾ എത്ര ഹീറ്റ് എനർജി കൊടുക്കേണ്ടി വരും? ഫോർ ദ റൈസ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് 1 കെൽവിൻ ദ ഹീറ്റ് ഗിവൺ ഷുഡ് ബി ഈക്വൽ ടു ഡെൽറ്റ ടിക്ക് ഡെൽറ്റ ക്യൂ. അപ്പോൾ ഒരു കെൽവിൻ ആണെങ്കിൽ എത്ര വേണം? ഇത് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ടി കെൽവിൻ റൈസ് ചെയ്യാൻ ഡെൽറ്റ ക്യൂ ജൂൾ കൊടുക്കണം. സോ ഒരു കെൽവിൻ റൈസ് ചെയ്യാൻ ഇതിനിപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ പോരെ. ആൻഡ് ദിസ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ആസ് ദ ഹീറ്റ് കപ്പാസിറ്റി. അല്ലെങ്കിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം നമുക്കതിനെ? ഇറ്റ് ഈസ് ദ ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി ഓർ 1 കെൽവിൻ എന്ന് പറഞ്ഞാൽ പോരെ. ഹീറ്റ് കപ്പാസിറ്റി അപ്പോൾ പുതിയൊരു ക്വാണ്ടിറ്റിയാണ്, നമ്മളിതുവരെ പഠിക്കാത്തതാണ്, +1 ഇതുവരെ പഠിക്കാത്തതാണ്.
പുതിയ ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് അറിയണം, ഡയമെൻഷൻ എന്താണെന്ന് അറിയണം, അത് സ്കെയിലർ ആണോ വെക്ടർ ആണോ എന്ന് അറിയണം, അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയണം. ഇതൊക്കെയാണ് നമ്മൾ പൊതുവേ അറിയേണ്ടത്. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഒബ്സർവേഷനിൽ നിന്നാണ് നമ്മളിങ്ങനെ റിലേഷനിലേക്ക് വരുന്നത്. ഡെൽറ്റ ടി കെൽവിൻ റൈസ് ചെയ്യാൻ ഡെൽറ്റ ക്യൂ ഹീറ്റ് കൊടുക്കേണ്ടി വരും. സോ ഒരു കെൽവിൻ റൈസ് ചെയ്യാൻ എത്ര കൊടുക്കേണ്ടി വരും? ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. സോ ഹീറ്റ് കപ്പാസിറ്റി ഈസ് കോൾഡ് ആസ് ദ heat capacity is called heat capacity means the heat energy required to rise the temperature of a body by 1 degree അല്ലെങ്കിൽ 1 Kelvin. ഓക്കെ, അപ്പോൾ ഇത് ഹീറ്റും സ്കെയിലറാണ്, ടെമ്പറേച്ചറും സ്കെയിലറാണ്. സോ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അതിൻ്റെ യൂണിറ്റ് എന്താ വരിക മക്കളെ? ഒന്നുകിൽ നമുക്ക് ജൂൾ പെർ കെൽവിൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കതിനെ കലോറി പെർ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ജൂൾ പെർ കെൽവിൻ അല്ലെങ്കിൽ കലോറി പെർ ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല എന്താ പറയുന്നത്? എനർജി ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ അല്ലേ? എനർജി എന്ന് പറയുമ്പോൾ എന്ത് വരും? ml സ്ക്വയർ T റൈസ് ടു -2 പെർ കെൽവിൻ അല്ലേ? K റൈസ് ടു -1 എന്ന് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ജൂൾ പെർ കെൽവിൻ എന്ന് പറയുന്ന യൂണിറ്റ് ഉള്ള മറ്റ് 2 ആൾക്കാരും കൂടി ഉണ്ട്. സിമിലർ ആയിട്ട് യൂണിറ്റ് വരുന്ന ആൾക്കാരെ എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കണം. അത് ചോദിക്കാറുണ്ട്. അതായത് ഔട്ട് ഓഫ് ദ ഗിവൺ ഓപ്ഷൻസ് വിച്ച് ഓഫ് ദം ആർ ഹാവിങ് സെയിം യൂണിറ്റ്സ് ഓർ വിച്ച് ഓഫ് ദം ആർ ഹാവിങ് ഡിഫറെൻറ്റ് ഡയമെൻഷൻസ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ഹീറ്റ് കപ്പാസിറ്റിയുടെ അതേ യൂണിറ്റ് ഉള്ള 2 ആൾക്കാരാണ്. ഒന്ന് കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കും, ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ആസ് എൻട്രോപ്പി, ആൻഡ് ദർ ഈസ് അനദർ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ബോൾസ്മാൻസ് കോൺസ്റ്റൻറ്റ്. KB എന്ന് പറയുന്ന ഒരാളുണ്ട്. KB എന്ന് പറഞ്ഞാൽ 1.38 ഇൻറ്റു 10 to the power of -23 ജൂൾ പെർ കെൽവിൻ ആണ്. ദിസ് ഇസ് കോൾഡ് ആസ് എ ബോൾസ്മാൻസ് കോൺസ്റ്റൻറ്റ്. മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവണം. അതേ ബോൾസ്മാൻ തന്നെയാണ് ഈ ബോൾസ്മാനും. അപ്പോൾ അതിൻ്റെ യൂണിറ്റും വരുന്നത്. അപ്പോൾ ഒരേ യൂണിറ്റും ഡയമെൻഷനും വരുന്ന ആൾക്കാരെ ക്ലബ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെമ്മറിയിൽ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി യൂസ്ഫുൾ. അപ്പോൾ ഇതൊക്കെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അവിടെ നോക്കേണ്ടത് ഈ ഹീറ്റ് കപ്പാസിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആരൊക്കെയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് മെറ്റീരിയലാണ്. അതായത് ഒന്നുകിൽ ആ മെറ്റീരിയൽ ഹീറ്റ് അതായത് നമ്മളൊരു സോളിഡോ ലിക്വിഡോ ഗ്യാസോ ഏതെങ്കിലും എടുക്കുന്നു, അത് ഹീറ്റ് കണ്ടക്ടർ ആണോ അല്ലെങ്കിൽ ഹീറ്റിൻ്റെ ഇൻസുലേറ്റർ ആണോ എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. ഇപ്പോൾ പാല് നമ്മൾ ചൂടാക്കുന്നു, അല്ലെങ്കിൽ വെള്ളം മണ്ണെണ്ണയും നമ്മൾ ചൂടാക്കുന്നു. വെള്ളത്തിന് കൊടുത്ത അതേ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി മണ്ണെണ്ണയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മണ്ണെണ്ണ കത്തിപ്പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ അല്ലെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇതിനെ ഹീറ്റ് കപ്പാസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. രണ്ടാമതൊരു ഫാക്ടറുണ്ട്. അത് ഞാൻ ഡയറക്റ്റായിട്ട് പറയുന്നതിൽ നല്ല നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി ഇപ്പോൾ S ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇത് എഴുതിയല്ലോ, ഇതിലുള്ള ലിക്വിഡിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി S ആണ്. മക്കളെ, ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് വലിയൊരു ബീക്കറാണ്. ഞാൻ ചെറിയൊരു പാത്രം എടുക്കുകയാണ്, അല്ലെങ്കിൽ ഇത് ചെറിയൊരു ഗ്ലാസ് ആണ് കേട്ടോ. ഈ ഗ്ലാസ്സിനകത്ത് കുറച്ച് വെള്ളം എടുത്തു, സെയിം സബ്സ്റ്റൻസ് ഇതിനകത്ത് എടുത്തു. ഇതും വെള്ളമാണ്, ഇതും വെള്ളമാണ്. ഇതിലേക്ക് ഹീറ്റ് കൊടുത്തു ഞാൻ. ഇതും ചൂടാക്കി, ഇതും ചൂടാക്കി. രണ്ടുപേരും ഇനീഷ്യലി ഇതിൻ്റെ ടെമ്പറേച്ചറും ഇനീഷ്യലി സെയിം ആണ്. ആരായിരിക്കും ആദ്യം ചൂടാവുക, അല്ലെങ്കിൽ ആരുടെ ടെമ്പറേച്ചറാണ് ആദ്യം കൂടുക? ഒരു ഡൗട്ടും ഇല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതായിരിക്കും പെട്ടെന്ന് ചൂടാവുക. കാരണം ഇവിടെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കൂടുതലാണ്, ഇവിടെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കുറവാണ്. ഇത് നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഇതിൽ ഒരു കോമൺ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചു, ഒരു വലിയൊരു ബീക്കറിലും വെള്ളം തിളപ്പിച്ചു, ഒരു ഗ്ലാസ്സിൽ വെള്ളം തിളപ്പിച്ചു. ഏതാ പെട്ടെന്ന് ചൂടാവുക? അല്ലെങ്കിൽ ആരുടെ ടെമ്പറേച്ചറാണ് പെട്ടെന്ന് കൂടുക? ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെയാണ്. കാരണം അവിടെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കുറവാണ്. സോ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കുറയും തോറും നമുക്ക് ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ കൊടുക്കേണ്ടി വരുന്ന ഹീറ്റ് എനർജി കുറയും. അതായത് ഹീറ്റ് കപ്പാസിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് മീൻസ് ഹീറ്റ് കപ്പാസിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്. ഹയർ ദ മാസ് ഓഫ് ദ സിസ്റ്റം, ഹയർ വിൽ ബി ദ ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ രണ്ടാമത് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ആരാണ്? ഇത് ഫാക്ടർ നമ്പർ 1 ആണ്. ഇത് ഫാക്ടർ നമ്പർ 2 എന്താണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഈ രണ്ട് കാര്യങ്ങളാണ്.
ഇപ്പോൾ ഹീറ്റ് കപ്പാസിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഓർമ്മിച്ചോളൂ, മാസ് കൂടുന്തോറും എന്തും കൂടിക്കൊണ്ടിരിക്കും, ഹീറ്റ് കപ്പാസിറ്റിയും കൂടിക്കൊണ്ടിരിക്കും. ഒരു ഗ്ലാസ്സിൽ വെള്ളം തിളപ്പിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ഒരു പാത്രം വെള്ളമാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ചൂടായി വരാൻ കുറേ നേരം എടുക്കും. കാരണം അവിടെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കൂടുതലാണ്. സോ മോളിക്യൂൾസ് കൂടുതലുണ്ടാവും. സോ നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ എല്ലാ മോളിക്യൂളിലേക്കും എന്തെത്തണം, ഹീറ്റ് എനർജി എത്തണം. എന്നാലേ ടെമ്പറേച്ചർ കൂടി വരുള്ളൂ. സോ 1 ഡിഗ്രി ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഹീറ്റ് എനർജിയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുക. ആൻഡ് ദാറ്റ് ഹീറ്റ് കപ്പാസിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മാസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉദ്ദേശിക്കുന്നത് മാസിനെയാണ് കേട്ടോ. ഓക്കെ, സോ അടുത്ത ഒരു ടൈമിലേക്ക് പോകാം നമുക്ക്. അടുത്ത് ഇനി പറയേണ്ട ഒരു ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, നോക്കിക്കോളൂ. ഇനിയിപ്പോൾ അടുത്ത് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ പറഞ്ഞു. അടുത്ത് നമുക്ക് പറയേണ്ട കാര്യമാണ് രണ്ടാമത്തെ ടൈമാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കലോറിമീറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൈമുകളെ പറ്റിയാണ് പറയുന്നത്. രണ്ടാമത്തെ ആളാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇതൊക്കെ ആദ്യമേ കുറച്ച് ടൈം എടുത്ത് പറയാൻ കാരണമുണ്ട്. കാരണം ഇനി ഒരു 3-4 ചാപ്റ്ററുകളോളം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേൾക്കുക. അപ്പോൾ ഇതെന്താണെന്ന് ഇപ്പോൾ ഇതിനെപ്പറ്റി ഒരു കംപ്ലീറ്റ് അവയർനെസ് ഇല്ലാതെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നും അറിയാത്തൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് സമയം എടുത്താലും ഇലാബറേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് അറിയണം മക്കളെ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കുറച്ച് വെള്ളം എടുക്കുന്നു, അതിനെ ചൂടാക്കുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ മാസ് ഇപ്പോൾ തൽക്കാലത്തേക്ക് m കിലോഗ്രാം ഉണ്ടെന്ന് വിചാരിച്ചോ, വെള്ളമോ ലിക്വിഡോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഹീറ്റ് എനർജി കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ കൊടുത്ത ഹീറ്റ് എനർജി ഡെൽറ്റ ക്യൂ ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനകത്ത് ഡെൽറ്റ ടി എന്ന് പറയുന്ന ടെമ്പറേച്ചർ റൈസ് ഉണ്ടായി. അപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്, S is equal to ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്നാണ് പറഞ്ഞത്. ആൻഡ് ദിസ് ഇസ് ഫോർ ആർക്കാണ്, m കിലോഗ്രാം ഓഫ് ദ സബ്സ്റ്റൻസിനാണ് ഇത്രയും ഹീറ്റ് കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ m കിലോഗ്രാമിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി ആണ് ആര്, S എന്ന് പറയും. ഇത് നിങ്ങൾ m കിലോഗ്രാമിന് പകരം 2m കിലോഗ്രാമാണ് എടുത്തതെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി 2s ആയിട്ട് മാറും. കാരണം മാസ് ഹീറ്റ് കപ്പാസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആണ്. മാസ് കൂടുമ്പോൾ ഹീറ്റ് കപ്പാസിറ്റിയും കൂടും. അപ്പോൾ m കിലോഗ്രാമിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി ആണ് S. സോ വാട്ട് ഈസ് ദ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് 1 കിലോഗ്രാം ഓഫ് ദ ബോഡി? ഒരു m കിലോഗ്രാമിന് S ഉണ്ടെങ്കിൽ ഫോർ 1 kilogram of the substance, m കിലോഗ്രാമിനാണ് S. So for 1 kilogram the heat capacity എത്ര വരും, S divided by m, and this S by m is called as the specific heat capacity of the body. അതായത് specific heat capacity can be defined as the heat capacity of unit mass of the substance അല്ലെങ്കിൽ heat capacity of 1 kilogram of the substance. അത് ഓർമ്മിച്ച് വെക്കണം. That is one of the mostly used term in thermal physics, specific heat capacity എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കിലോഗ്രാം സബ്സ്റ്റൻസിൻ്റെ ഹീറ്റ് കപ്പാസിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതുപോലെ പല ഡെഫിനിഷൻസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് എന്ത് പറയാം, സി ക്യാൻ ബി റിട്ടൺ ആസ്, എസിന് പകരം എന്ത് കൊടുത്താൽ മതി, ഡി ക്യൂ ഡിവൈഡഡ് ബൈ ഡി ടി അല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു എം എന്ന് പറയാം. സോ ഈ ഒരു ഫോം വെച്ച് നമുക്ക് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക, ഇറ്റ് ഈസ് ദ ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 kilogram ഓഫ് ദ സബ്സ്റ്റൻസ് ബൈ 1 degree Celsius. അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ 1 Kelvin. അതായിരിക്കും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുക. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 kilogram ഓഫ് ദ സബ്സ്റ്റൻസ്. അതാണ് ഡിവൈഡഡ് ബൈ എം ബൈ 1 degree അല്ലെങ്കിൽ 1 Kelvin. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം കേട്ടോ, ഹീറ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ദ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് 1 kilogram ഓഫ് ദ സബ്സ്റ്റൻസും പറയും. അപ്പോൾ ഡി ക്യൂ സി ഈസ് ഈക്വൽ ടു ഡി ക്യൂ ഡിവൈഡഡ് ബൈ ഡി ടി, അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം, ഡി ക്യൂ ക്യാൻ ബി റിട്ടൺ ആസ് എം സി ഡെൽറ്റ ടി. ഇത് കണ്ടമാനം നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന ഇക്വേഷനാണ് ഡി ക്യൂ ഇസ് ഈക്വൽ ടു എം സി ഡെൽറ്റ ടി എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങനെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ കാര്യം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു, നമ്മൾ ഡെഫിനിഷനൊക്കെ പറഞ്ഞു. ഇപ്പോൾ m കിലോഗ്രാം ഇപ്പോൾ വെള്ളം എടുത്തു. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു പാത്രം വെള്ളത്തിന് ഒരു ഗ്ലാസ് വെള്ളത്തിനേക്കാൾ ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗ്ലാസ്സിൽ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെന്തായാലും ഇത്ര മാസം ഉണ്ടാവില്ല. ഇതിൽ ഈ ബീക്കറിലുള്ള വെള്ളത്തിനാണ് ഹീറ്റ് കപ്പാസിറ്റി കൂടുതൽ. പക്ഷേ ഏത് വെള്ളത്തിനായിരിക്കും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലുണ്ടാവുക? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി രണ്ടുപേർക്കും സെയിം ആണ്. ബിക്കോസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഓൾവേസ് കാൽക്കുലേറ്റഡ് ഫോർ 1 kilogram ഓഫ് ദ സബ്സ്റ്റൻസ്. ഇത് എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്
ആർക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 1 കിലോഗ്രാമിന് എത്രയുണ്ടെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതൊരിക്കലും എന്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മാസിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും 1 കിലോഗ്രാം വെള്ളമാണെങ്കിലും 1 ഡ്രോപ്പ് വെള്ളമാണെങ്കിലും ഈവൻ 1 മോൾ വെള്ളമാണെങ്കിൽ പോലും അതിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് നെവർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ഇറ്റ് ഈസ് എ മെറ്റീരിയൽ കോൺസ്റ്റൻറ്റ് ആൻഡ് കാൽക്കുലേറ്റഡ് ഓൾവേസ് ഫോർ യൂണിറ്റ് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ആ കാര്യം ഓർമ്മ വേണം. സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. 1 കിലോഗ്രാമിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ 1 ബീക്കർ വെള്ളമാണ്, ഇതൊരു ഗ്ലാസ് വെള്ളമാണ്. ഇനി അതിൻ്റെ താഴത്ത് 1 സ്പൂണിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിനാണെങ്കിൽ സ്പെസിഫിക് കപ്പാസിറ്റി സെയിം ആണ്, അതിൽ വ്യത്യാസം വരുന്നില്ല. സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് മെറ്റീരിയൽ കോൺസ്റ്റൻ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹീറ്റ് കപ്പാസിറ്റി മാസിനനുസരിച്ച് വാരി ചെയ്യാം. ബട്ട് സ്പെസിഫിക് കപ്പാസിറ്റി വിൽ നെവർ വാരി വിത്ത് റെസ്പെക്ട് ടു ടൈം ഓർ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഓർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മാസ് ഓഫ് ദ ബോഡി. അപ്പോൾ സ്പെസിഫിക് കപ്പാസിറ്റി എന്തിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഉറപ്പായിട്ടും ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഇത്തരത്തിലുള്ള എല്ലാ ക്വാണ്ടിറ്റീസും മെറ്റീരിയലിൻ്റെ സ്വഭാവത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് കണ്ടക്ടർ ആണോ ഇൻസുലേറ്റർ ആണോ എന്നുള്ള കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യും. നേച്ചർ ഓഫ് മെറ്റീരിയൽ. രണ്ടാമത് എന്താണ്? ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് എന്ന് പറയാം. കുറേ കൂടെ സ്പെസിഫിക് ആയിട്ട് എന്ത് പറഞ്ഞാൽ മതി? ഇറ്റ് ഈസ് എ മെറ്റീരിയൽ കോൺസ്റ്റൻറ്റ്, സ്പെസിഫിക് കപ്പാസിറ്റി. അപ്പോൾ സ്പെസിഫിക് കപ്പാസിറ്റിയുടെ കാര്യത്തിലേക്ക് വന്നു. എന്താണ് മക്കളെ സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? സ്കേലാർ അല്ലേ? സ്കേലാറാണ്. ഇത് ഹീറ്റ്, ടെമ്പറേച്ചർ, മാസ്. സോ ഓബ്വിയസ്ലി ദിസ് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. യൂണിറ്റ് എന്താ വരുന്നത്? ഒന്നുകിൽ ജൂൾ പെർ കെൽവിൻ പെർ കിലോഗ്രാം എന്ന് പറയാം, അല്ലെങ്കിൽ കലോറി പെർ ഡിഗ്രി സെൽഷ്യസ് പെർ ഗ്രാം എന്നും പറയാം. അപ്പോൾ ഡയമെൻഷൻ എന്ത് വരും? ജൂൾ പെർ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് L സ്ക്വയർ T റൈസ് ടു -2 K റൈസ് ടു -1. സ്പെസിഫിക് കപ്പാസിറ്റിയുടെ യൂണിറ്റ്, ഡയമെൻഷൻ, അതിൻ്റെ ടൈപ്പ് എന്താണ് ഓർമ്മിച്ച് വയ്ക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെസിഫിക് കപ്പാസിറ്റിയുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. നമുക്കിത് കോമൺ ആയിട്ട് പറയാം. സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റീരിയൽ ചൂടാവാനോ തണുക്കാനോ ഉള്ള ഈസിനെസ്സിനെയാണ് നമ്മൾ സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു, വേറൊരു പാത്രത്തിൽ കുറച്ച് മണ്ണെണ്ണ എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാണ്. 2 പേർക്കും നമ്മൾ ഹീറ്റ് കൊടുത്തു. 2 പേർക്കും ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ മണ്ണെണ്ണ നല്ലോണം ബോയിൽ ചെയ്യാറായിട്ടുണ്ടാവും. പക്ഷേ വെള്ളം എപ്പോഴും ജസ്റ്റ് ഒന്ന് ഹീറ്റായി തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ അർത്ഥം നിങ്ങൾ 2 പേർക്കും കൊടുത്തത് സെയിം ഹീറ്റ് എനർജിയാണ്. പക്ഷേ വെള്ളത്തിന് കൊടുത്ത ഹീറ്റ് എനർജിയും മണ്ണെണ്ണയ്ക്ക് കൊടുത്ത ഹീറ്റ് എനർജിയും രണ്ടും സെയിം ആണ്. ബട്ട് ദ റൈസ് ഓഫ് ടെമ്പറേച്ചർ ഫോർ വാട്ടർ ഇസ് ലെസ് കമ്പയർഡ് ടു ദ റൈസ് ഓഫ് ടെമ്പറേച്ചർ ഫോർ കെറോസിൻ. പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വെള്ളത്തിനുണ്ടായിട്ടുള്ള ടെമ്പറേച്ചർ ചേഞ്ചിനേക്കാൾ വളരെ വളരെ കൂടുതലാണ് മണ്ണെണ്ണയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ഇനി പെട്രോൾ ആണെങ്കിൽ അതിനേക്കാൾ, പെട്രോൾ ആണെങ്കിൽ നോക്കണ്ട, പൊട്ടി തെറിച്ചുണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ വെള്ളം ചൂടാവുന്നതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ആരെ ചൂടാക്കാം? മണ്ണെണ്ണയെ ചൂടാക്കാൻ പറ്റും. ഓക്കെ, ഇതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ അല്ലേ, ഞാൻ എപ്പോഴും പല ക്ലാസ്സുകളിലും പറയാറുള്ളതാണ്. നമ്മൾ വെള്ളം ചൂടാക്കുന്നു, പാല് ചൂടാക്കുന്നു. വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് പേടിക്കാനില്ല, അത് അവിടെ തന്നെ കിടന്നോളും, ഒന്നും പൊങ്ങി തിളച്ച് പോകുന്നില്ല. പക്ഷേ പാല് അങ്ങനെയല്ല, പാല് തിളപ്പിച്ച് നമ്മൾ നോക്കി നിൽക്കണം. അപ്പോൾ വെള്ളത്തിനേക്കാൾ സ്പെസിഫിക് കപ്പാസിറ്റി ശരിക്കും ആർക്ക് കുറവാണ്? പാലിന് കുറവാണ്. പാല് പെട്ടെന്ന് ചൂടായി പൊന്തിങ്ങ് വരില്ലേ, വെള്ളം കുറേ നേരം കഴിഞ്ഞല്ലേ മക്കളെ വരുള്ളൂ. അപ്പോൾ സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ടെമ്പറേച്ചർ ബൈ 1 degree ഓഫ് 1 kilogram അങ്ങനെ പറയണ്ട. ഇറ്റ് ഈസ് എ ഈസിനെസ് ടു കൂൾ ഓർ ഹീറ്റ് എ മെറ്റീരിയൽ. അപ്പോൾ ഒരു മെറ്റീരിയൽ ചൂടാക്കാനോ തണുപ്പിക്കാനോ ഉള്ള എളുപ്പത്തിനെയാണ് നമ്മൾ സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ സ്പെസിഫിക് കപ്പാസിറ്റി കുറഞ്ഞ മെറ്റീരിയലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? പെട്ടെന്ന് ചൂടാവും. പെട്ടെന്ന് ചൂടാവുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. ഓക്കെ, ഡിഗ്രി ഓഫ് അല്ലെങ്കിൽ മെഷർ ഓഫ് ഈസിനെസ് ടു കൂൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഈസിനെസ് ടു ഹീറ്റ് എന്ന് പറയാം. ചൂടാക്കാനോ തണുപ്പിക്കാനോ ഉള്ള എളുപ്പത്തിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് ചൂടാകുന്ന ഒരു ഇപ്പോൾ മെറ്റൽസിനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇപ്പോൾ വീട്ടിൽ നമ്മൾ ഇൻഡക്ഷൻ കുക്കറിലോ അല്ലെങ്കിൽ ഗ്യാസിലൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒന്ന് നോക്കി, അതെല്ലാം ഒന്നുകിൽ അലൂമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ ഇൻഡാലിയത്തിൻ്റെയോ. ഇൻഡാലിയം എന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിൻ്റെ ഒരു അലോയാണ്. അലൂമിനിയം അല്ലെങ്കിൽ ഇൻഡാലിയം പാത്രങ്ങളാണ് നമ്മൾ മറ്റേ കുക്കറിലാണെങ്കിലും ഇൻഡക്ഷൻ സ്റ്റൗവിലാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം എന്തിനാ?
അവിടുത്തെ എനർജി കൺസംഷൻ കുറയ്ക്കണം. എത്രത്തോളം എനർജി കൺസംഷൻ കുറയ്ക്കാൻ പറ്റുന്നോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അലുമിനിയത്തിൻ്റെ അല്ലെങ്കിൽ ഇൻഡാലിയത്തിൻ്റെ പാത്രങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു പ്രഷർ കുക്കർ യൂസ് ചെയ്യുന്നു. ആ പ്രഷർ കുക്കറിൽ പെട്ടെന്ന് ചൂടാവും, കാരണം ഇൻഡാലിയത്തിലാണ് അത് പൊതുവെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അലുമിനിയം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ പ്രഷർ കുക്കറിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചു. ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ പാത്രം അല്ലെങ്കിൽ ആ കുക്കർ നിങ്ങൾക്ക് കൈകൊണ്ട് എടുക്കാൻ പറ്റും. ആ മെറ്റാലിക് പാർട്ടിൽ തൊട്ടുകൊണ്ട് തന്നെ അതിനെടുക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അത് ഇൻഡാലിയം എന്ന് പറയുന്നത് പെട്ടെന്ന് ചൂടാവുന്ന ഒരു മെറ്റീരിയലാണ്. പെട്ടെന്ന് ചൂടാവുന്ന പോലെ അത് പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. അതേസമയം ആ കുക്കർ തണുത്ത് കഴിഞ്ഞാലും ആ കുക്കറിൻ്റെ ഹാൻഡിലിൽ ചൂടുണ്ടാവും. കുക്കറിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത് തെർമൽ ഇൻസുലേറ്ററാണ്. തെർമൽ ഇൻസുലേറ്ററിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. ചൂടാവാനും സമയമെടുക്കും, ചൂടായി കഴിഞ്ഞാൽ തണുക്കാനും സമയമെടുക്കും. സോ സ്പെസിഫിക് കപ്പാസിറ്റി കൂടുതലുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം ടു ഹീറ്റ് അപ്പ് ആൻഡ് ഇറ്റ് വിൽ ടേക്ക് ടൈം ടു കൂൾ ഡൗൺ. രണ്ടും ഒരേപോലെയാണ്. നേരെ തിരിച്ച് സ്പെസിഫിക് കപ്പാസിറ്റി കുറഞ്ഞ മെറ്റീരിയൽ ആണെങ്കിൽ എങ്ങനെയാണ്? പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും. ഇപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്കൊക്കെ നിൽക്കുന്ന സമയത്ത് കപ്പലിൻ്റെ ഉറങ്ങുന്നുണ്ടല്ലേ, അവരെ കുറച്ച് മണ്ണിടും. മണ്ണിടുന്നതിന് വേണ്ടിയിട്ട് മണ്ണിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ്. സോ ആ കപ്പലിൻ്റെ മണ്ണിൽ കിടക്കുന്ന ആ മണ്ണിലാണ് ഇവർ കപ്പലിൻ്റെ ഇട്ടിട്ട് അത് വറുത്തെടുക്കുക. കാരണം മണ്ണിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് ആ മെറ്റാലിക് ഒരു വലിയൊരു ചട്ടിയിലായിരിക്കില്ലേ അത് വറക്കുന്നത്. ആ ചട്ടിയിൽ നിന്ന് വരുന്ന ഹീറ്റ് എനർജി മൊത്തം അബ്സോർബ് ചെയ്ത് നിർത്തും. ഈ മണ്ണ് അബ്സോർബ് ചെയ്ത് നിർത്തും. വെറുതെ നിങ്ങളൊന്ന് കപ്പലിൻ്റെ വറുത്ത് നോക്കി അത് പെട്ടെന്ന് കരിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതിലാണെങ്കിൽ ഈ കുറച്ച് മണ്ണും കൂടിയിട്ട് ആ മണലിൻ്റെ ഒപ്പമാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഹീറ്റ് മൊത്തം റേഡിയേറ്റ് ചെയ്ത് പുറത്ത് പോവാതെ ആ മണ്ണിൽ തന്നെ കിടക്കും. അപ്പോൾ ഈ നമ്മൾ എന്താണ് ഇട്ടിരിക്കുന്നത്, ഇപ്പോൾ കപ്പലിൻ്റെ ആണെങ്കിൽ പെട്ടെന്ന് എന്തായി വരും, നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള നമ്മളുടെ ചുറ്റും നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ ഹീറ്റ് കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചുറ്റും നടക്കുന്ന കുറേ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ വേറൊരു എക്സാമ്പിൾ ഇപ്പോൾ ഈ സമയം ഏതാണ്ട് ഇപ്പോൾ ഈവനിങ് ആണ്. ഈ സമയത്ത് ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. ഈ സമയത്ത് ഇപ്പോൾ നമ്മൾ റോഡിലേക്ക് ഇനിയിപ്പോൾ 4:30 ഒരു 5:30 ആകുമ്പോൾ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാവും. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഒരു 7 മണിയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് റോഡിൽ കൂടെ ഇപ്പം തന്നെ റോഡിലൂടെ ഇപ്പോൾ നിങ്ങൾ നോക്കിയ മക്കളെ, ഇപ്പോൾ ചെരുപ്പിടാണ്ട് നമുക്ക് മണ്ണിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ ചെറിയൊരു ചൂട് എന്തായാലും ഉണ്ടാവും. കംപ്ലീറ്റ് ആയിട്ട് വെയിൽ പോയിട്ടില്ലല്ലോ. ഇപ്പോൾ മണ്ണിനൊരു ചൂടുണ്ടാവും, എന്നാൽ കാര്യമായിട്ടുള്ള ചൂടുണ്ടാവില്ല. അതേസമയം ഇപ്പോൾ നിങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങി നോക്കിയേ, വെള്ളത്തിന് ഇത്രയും ചൂടുണ്ടാവില്ല. വെള്ളം ചെറുതായിട്ടും തണുത്ത് കിടക്കായിരിക്കും. ഈ ഒരു എഫക്റ്റ് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നട്ടുച്ച സമയത്ത് എന്തായാലും മണ്ണിൽ കൂടെ നമുക്ക് നടക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. നല്ല ചൂടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ മണ്ണൊക്കെ നന്നായിട്ട് ചൂടായി കിടക്കുന്നുണ്ടാവും. അതേസമയം നിങ്ങൾ വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയേ, കുളത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ടാങ്കിലേക്കോ ഇറങ്ങി നോക്കി, അവിടുത്തെ വെള്ളത്തിന് അപ്പോഴും തണുപ്പായിരിക്കും. കാരണം എന്താ? മണ്ണിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റിയേക്കാൾ വളരെ വളരെ കൂടുതലാണ് വെള്ളത്തിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി. വെള്ളം പെട്ടെന്ന് ചൂടാവില്ല, പെട്ടെന്ന് തണുക്കില്ല. മണ്ണാണെങ്കിൽ പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും. ഈ സമയത്ത് നമ്മളുടെ ഇപ്പോൾ ഈ 4:30-5 മണി സമയത്ത് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡിനൊന്നും ഇപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്. ഒരു 7 മണിയൊക്കെ ആയിട്ട് കംപ്ലീറ്റ് സൺസെറ്റിന് ശേഷം നമ്മൾ റോഡിൽ കൂടെ നടത്തുക. റോഡിന് കാര്യമായിട്ട് ഒരു ചൂടുണ്ടാവില്ല. നമുക്ക് ഈസി ആയിട്ട് ചെരുപ്പൊന്നും ഇല്ലാതെ മണ്ണിൽ കൂടെയൊക്കെ നടക്കാൻ പറ്റും. പക്ഷേ അതേസമയം ടാങ്കിലൊന്നും നോക്കി അല്ലെങ്കിൽ കുളത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കി, വെള്ളത്തിന് ചെറിയൊരു ചൂടുണ്ടാവും. വെള്ളം തിളച്ച് മറിഞ്ഞ് കിടക്കുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മണ്ണിനെ കമ്പയർ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഒരു ഇത്തിരി കൂടുതലായിരിക്കും. കാരണം വെള്ളത്തിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി കൂടുതലാണ്. അത് ചൂടാവാനും സമയമെടുക്കും, ചൂടായി കഴിഞ്ഞാൽ തണുത്ത് വരാനും സമയമെടുക്കും. പിന്നെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ മറ്റേ നവംബർ ഡിസംബർ ടൈമാണ്. രാവിലെ കാലത്ത് നമ്മളിപ്പോൾ കുളത്തിലൊക്കെ കുളിക്കാൻ പോവുകയാണെങ്കിൽ കുളത്തിൽ നമ്മൾ മുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. കുളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. എണീക്കുമ്പോഴാണ് നമ്മൾ വിറച്ചു തുടങ്ങും. നല്ല തണുപ്പായിരിക്കും. കാരണം എയറിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റിയേക്കാൾ കൂടുതലാണ് വെള്ളത്തിൻ്റെ. ഇപ്പോൾ നല്ല മഞ്ഞുകാലത്ത് നമ്മൾ കുളത്തിലെ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ കുളത്തിലെ വെള്ളത്തിന് സറൗണ്ടിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കുറച്ച് കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മുടെ സറൗണ്ടിങ് ടെമ്പറേച്ചർ ഇപ്പോൾ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ കുളത്തിലെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ അതിനേക്കാൾ ഒരു 2-3 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരിക്കും. സോ വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് വലിയ തണുപ്പൊന്നും തോന്നില്ല. പക്ഷെ പൊങ്ങുമ്പോഴാണ് നമുക്ക് വല്ലാണ്ട് തണുപ്പ് തോന്നുന്നത്, ചിലപ്പോൾ വിറച്ചു തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചുറ്റും നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് റിലേറ്റഡ് ടു ദിസ് സ്പെസിഫിക് കപ്പാസിറ്റി ആൻഡ് ഓൾ. സോ what all you have to remember is specific capacity represents the easiness to cool or heat a material.
For thermally insulating materials, the specific capacity will be very high. And for thermal conductors, അല്ലെങ്കിൽ ഹീറ്റിംഗ് പർപ്പസിനായിട്ട് അല്ലെങ്കിൽ കുക്കിംഗ് പർപ്പസിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്ന എല്ലാ മെറ്റീരിയൽസും തെർമലി കണ്ടക്ടർ ആയിരിക്കണം. അതിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി വളരെ കുറവായിരിക്കണം. പെട്ടെന്ന് ചൂടാവണം, പെട്ടെന്ന് തണുക്കുകയും വേണം. ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ സാവധാനം ചൂടാവുള്ളൂ, അതേപോലെ തന്നെ സാവധാനം തണുക്കുള്ളൂ. ചൂടാവാനും പ്രയാസമാണ്, എന്നാൽ ചൂടായാൽ തണുക്കാനും പ്രയാസമാണ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പെസിഫിക് കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമുക്കതിൽ ഒരാളെയും കൂടെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. സ്പെസിഫിക് കപ്പാസിറ്റി കാര്യം പറഞ്ഞു. ആൻഡ് ദ തേർഡ് വൺ ഈസ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇപ്പോൾ നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? m കിലോഗ്രാം വെള്ളം അല്ലെങ്കിൽ m കിലോഗ്രാം ലിക്വിഡ്. ഇത് m കിലോഗ്രാം ആണ്. ഇത് m കിലോഗ്രാം ആണ് എന്ന് പറയുന്ന പോലെ എനിക്ക് എന്തും പറയാം. ദിസ് ഇസ് n മോൾ എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. m കിലോഗ്രാം സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാലും n മോൾ ഓഫ് ദ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാലും ബോത്ത് മീൻസ് ദ സെയിം. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി നമ്മൾ എത്ര എന്ന് പറഞ്ഞു? സ്പെസിഫിക് കപ്പാസിറ്റി ഈസ് dq ഡിവൈഡഡ് ബൈ dt ഇൻറ്റു m ആണ് ഫോർ യൂണിറ്റ് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്. അല്ലെങ്കിൽ ഇതിന് നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? നിങ്ങൾ സ്പെസിഫിക് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്ത മക്കളെ? m കിലോഗ്രാമിന് s ആണ് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ 1 കിലോഗ്രാമിന് s/m, 1 കിലോഗ്രാമിൻ്റെ ഹീറ്റ് കപ്പാസിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്കിങ്ങനെ പറഞ്ഞൂടെ, s ജൂൾ പെർ കെൽവിൻ m കിലോഗ്രാമിൻ്റെ ഹീറ്റ് കപ്പാസിറ്റിയാണ്. അതേപോലെ ദിസ് s ജൂൾ പെർ കെൽവിൻ എന്ന് പറഞ്ഞാൽ അത് ആരുടെയും കൂടിയാണ്? n മോളിൻ്റെ ഹീറ്റ് കപ്പാസിറ്റിയാണ്. m കിലോഗ്രാമിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി s എന്ന് പറയുന്ന പോലെ n മോളിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം വ്യത്യാസമില്ല. അപ്പോൾ n മോളിന് ഇത്ര ഹീറ്റ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഫോർ 1 മോൾ ഓഫ് ദ സബ്സ്റ്റൻസ് ദ ഹീറ്റ് കപ്പാസിറ്റി ഈസ് കോൾഡ് ആസ് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി. ക്യാപിറ്റൽ C ആണ്. ക്യാപിറ്റൽ C ഈസ് ഈക്വൽ ടു s ഡിവൈഡഡ് ബൈ n എന്ന് പറയാം. s ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ അതിനെ നമുക്കൊന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എസിന് പകരം എന്ത് എഴുതിയാൽ മതി? dq ഡിവൈഡഡ് ബൈ dt ഇൻറ്റു n എന്ന് പറയാം. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇറ്റ് ഈസ് ദ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് യൂണിറ്റ് മോൾ ഓഫ് ദ സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 മോൾ ഓഫ് ദ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി. നേരത്തെ പറഞ്ഞ സ്പെസിഫിക് കപ്പാസിറ്റി പോലെ ഇതും ഒരു മെറ്റീരിയൽ കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് നെവർ ഡിപ്പെൻഡ്സ് അപ്പോൺ the amount of substance. It is always calculated for 1 mole of the substance, and obviously this will be depending upon the nature of the material. Nature of the material ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു വേരിയബിൾ പോലും ഇല്ല കേട്ടോ. കാരണം അത് കണ്ടക്ടർ ആണോ ഇൻസുലേറ്റർ ആണോ എന്നുള്ളതിൽ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ മാസിൽ ഇതിന് യാതൊരു ഡിപ്പെൻഡൻസും ഇല്ല. കാരണം 1 കിലോഗ്രാമിനോ 1 മോളിനോ ആണ് നമ്മളിവിടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് 1 മോളിനും സ്മോൾ ലെറ്റർ C സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ 1 കിലോഗ്രാമിനുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ സ്പെസിഫിക് ഹീറ്റിനെയും മോളാർ സ്പെസിഫിക് ഹീറ്റിനെയും എങ്ങനെ റിലേറ്റ് ചെയ്യാം? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് അല്ലേ? നമ്പർ ഓഫ് മോൾസിന് പകരം എന്ത് എഴുതിയാൽ മതി? മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ? അപ്പോൾ എനിക്ക് ക്യാപിറ്റൽ C ഈസ് ഈക്വൽ ടു dq ഡിവൈഡഡ് ബൈ dt ഇൻറ്റു n പകരം മാസ് ബൈ മോളാർ മാസ്. അപ്പോൾ ക്യാപിറ്റൽ M എങ്ങോട്ട് പോകും? മുകളിലേക്ക് പോകും. ഇതാരാ? സ്മോൾ ലെറ്റർ C അല്ലേ? സോ ക്യാപിറ്റൽ C ക്യാൻ ബി റിട്ടൺ ആസ് molar mass times specific capacity, or capital C molar specific heat capacity equal to molar mass into normal specific heat capacity. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ്. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ നേച്ചർ ഓഫ് മെറ്റീരിയൽ. ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ആണെന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ല, ബിക്കോസ് ഓൾവേസ് കാൽക്കുലേറ്റഡ് ഫോർ 1 മോൾ ആൻഡ് ഇറ്റ് ഈസ് എ മെറ്റീരിയൽ കോൺസ്റ്റൻറ്റ്. ഇവിടെ വരെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദെൻ നമ്മുടെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കണം. അതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. യൂണിറ്റ് വരുന്നത് എന്താണ്? ജൂൾ പെർ കെൽവിൻ പെർ മോളാണ്. അല്ലെങ്കിൽ എന്തെന്നും പറയാം, കലോറി പെർ ഡിഗ്രി സെൽഷ്യസ് പെർ മോൾ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ആൻഡ് വാട്ട് വിൽ ബി ദ യൂണിറ്റ്? എന്താണ് ജൂൾ എന്ന് പറയുമ്പോൾ? യൂണിറ്റ് അല്ല, ഡയമെൻഷൻ. ml² T⁻².
k റൈസ് ടു -1 മോൾ റൈസ് ടു -1. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുമായിട്ട് അതേ യൂണിറ്റും ഡയമെൻഷനും ഷെയർ ചെയ്യുന്ന ആളാണ് പഠിച്ചിട്ടുണ്ടാവും R, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി ആൻഡ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഷെയർസ് ദ സെയിം യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ ഇല്ല. ഇവിടെ പ്രത്യേകിച്ച് പോയിന്റ്സ് ഒന്നും നമ്മൾ വിട്ടുപോയിട്ടില്ല. പറയാൻ ആവശ്യമുള്ളതും അഡീഷണൽ ആയിട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കവിടെ 3 ഹീറ്റ് കപ്പാസിറ്റീസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത അവിടെ പറയേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് ആസ് ലാറ്റന്റ് ഹീറ്റ്. ലാറ്റന്റ് ഹീറ്റാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ആ മെറ്റീരിയലിനെ നമുക്ക് എന്ത് ചെയ്യണം? 1 ഡിഗ്രി ടെമ്പറേച്ചർ കൂട്ടണം. 1 ഡിഗ്രി ടെമ്പറേച്ചർ കൂട്ടാനുള്ള ഹീറ്റിനെ പറ്റിയാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? m കിലോഗ്രാം സബ്സ്റ്റൻസ് എടുക്കുന്നു. ലിക്വിഡ് സ്റ്റേറ്റിൽ m കിലോഗ്രാം സബ്സ്റ്റൻസ് എടുക്കുന്നു. എനിക്ക് എന്ത് ചെയ്യണം? ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒന്നുകിൽ വേപ്പറൈസ് ചെയ്യണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സോളിഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ ഫ്രീസ് ചെയ്യണം. അതായത് അവിടെ നമ്മൾക്ക് ആവശ്യം എന്താണ്? ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ അല്ല, പകരം കംപ്ലീറ്റ് ആയിട്ടൊരു സ്റ്റേറ്റ് ചേഞ്ച് ആണ് എനിക്ക് ആവശ്യം. അപ്പോൾ ഇത് ലിക്വിഡ് ആണെങ്കിൽ എനിക്ക് ഇതിനെ ഈ നമ്മൾ എടുത്തിരിക്കുന്ന ലിക്വിഡിനെ കംപ്ലീറ്റ് ആയിട്ട് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറ്റാൻ, അതായത് വേപ്പറൈസ് ചെയ്യാൻ, ഐ നീഡ് Q amount of heat energy for the vaporization of Q joule of heat energy for the vaporization of m kilogram of the liquid. അപ്പോൾ Q ജൂൾ ഉണ്ടെങ്കിൽ m കിലോഗ്രാമിനെ എനിക്ക് എന്ത് ചെയ്യാം? വേപ്പറൈസ് ചെയ്യാം. അപ്പോൾ 1 കിലോഗ്രാമിനെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ 1 കിലോഗ്രാമിൻ്റെ വേപ്പറൈസേഷന് വേണ്ടി എനിക്ക് എത്ര ഹീറ്റ് എനർജി വേണ്ടി വരും? ദാറ്റ് ഈസ് Q ഡിവൈഡഡ് ബൈ m അല്ലേ വേണ്ടി വരിക? m കിലോഗ്രാമിന് Q ജൂൾ. അപ്പോൾ 1 കിലോഗ്രാമിന് എത്ര വേണം? Q ബൈ m എന്ന് വരും. ആൻഡ് ദിസ് Q ബൈ m ഈസ് കോൾഡ് ആസ് ലാറ്റന്റ് ഹീറ്റ്. അപ്പോൾ ഉറപ്പായിട്ടും അതൊരു സ്കേലർ ക്വാണ്ടിറ്റി ആണ്. അതിൻ്റെ യൂണിറ്റ് വരുന്നത് എന്താ മക്കളെ? ജൂൾ പെർ കിലോഗ്രാം വരും. അല്ലെങ്കിൽ നമുക്ക് എന്തെന്നും പറയാം? കലോറി പെർ ഗ്രാം എന്നും പറയാം. ആൻഡ് വാട്ട് വിൽ ബി ദ യൂണിറ്റ്? ഇറ്റ് ഈസ് L സ്ക്വയർ T റൈസ് ടു -2. കാരണം ഈ മാസം മുകളിലത്തെ മാസം ക്യാൻസൽ ചെയ്ത് പോകും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇതുമായിട്ട് യൂണിറ്റ് ഷെയർ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. L സ്ക്വയർ T റൈസ് ടു -2 എന്ന് പറഞ്ഞാൽ അത് ദാറ്റ് ഈസ് സ്ക്വയർ ഓഫ് ദ വെലോസിറ്റി, c സ്ക്വയർ. c റെപ്രസെൻറ്റ്സ് വെലോസിറ്റി ഓഫ് ലൈറ്റ്, c സ്ക്വയർ. അതുപോലെ തന്നെ പിന്നെന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. സോ ലാറ്റന്റ് ഹീറ്റ്, സ്ക്വയർ ഓഫ് വെലോസിറ്റി ആൻഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, അതവിടെ പഠിച്ചിട്ടുണ്ടാവും. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, ദീസ് 3 ക്വാണ്ടിറ്റീസ് ആർ ഹാവിംഗ് ദ സെയിം യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. ഇതുമായിട്ട് യൂണിറ്റ് ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. ഒരേ യൂണിറ്റ് തന്നെയാണ് ലാറ്റന്റ് ഹീറ്റിന്. അപ്പോൾ എന്താണ് ലാറ്റന്റ് ഹീറ്റ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉദ്ദേശം 1 ഡിഗ്രി ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യല്ല, കംപ്ലീറ്റ് സ്റ്റേറ്റ് ട്രാൻസ്ഫർ ആണ്. കംപ്ലീറ്റ് സ്റ്റേറ്റ് ട്രാൻസ്ഫർ ആണ് നമ്മുടെ ആവശ്യം. അപ്പോൾ കംപ്ലീറ്റ്ലി m കിലോഗ്രാം സബ്സ്റ്റൻസിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ എത്ര ഹീറ്റ് എനർജി വേണം? Q ഹീറ്റ് എനർജി വേണം. അപ്പോൾ m കിലോഗ്രാമിന് Q ജൂൾ വേണം. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാമിന് എത്ര വേണം? Q ബൈ m വേണം. ആൻഡ് ദാറ്റ് ഹീറ്റ്, അപ്പോൾ വാട്ട് ഈസ് ദ ലാറ്റന്റ് ഹീറ്റ്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഹിയർ. ദ ഹീറ്റ് എനർജി റിക്വയർഡ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് എ മെറ്റീരിയൽ, അല്ലെങ്കിൽ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് 1 കിലോഗ്രാം ഓഫ് ദ മെറ്റീരിയൽ. It is the amount of heat energy required to change the state of 1 kilogram of the material from one state to another. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് 1 കിലോഗ്രാമിനെ മാറ്റാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഹീറ്റ് എനർജിനെയാണ് എന്ത് വിളിക്കുന്നത്? ലാറ്റന്റ് ഹീറ്റ് എന്ന് വിളിക്കുന്നത്. സ്കേലറാണ്, യൂണിറ്റ്, ഡയമെൻഷൻ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ലാറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഉണ്ടാവാം, ലാറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ ഉണ്ടാവാം, ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ലാറ്റന്റ് ഹീറ്റുകൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ ഒന്നാമത്തെ കാര്യം സോളിഡ് ടു ലിക്വിഡ് ആണ്. ഒന്ന് സോളിഡ് ടു ലിക്വിഡ് ആണ്, അല്ലെങ്കിൽ ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആണ്. സോളിഡ് ടു ഗ്യാസ് ഒന്നും നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യേണ്ടി വരില്ല, സബ്ലിമേഷൻ ഒന്നും അങ്ങനെ കൺസിഡർ ചെയ്യേണ്ടി വരുന്നില്ല. ഇത് തിരിച്ചിങ്ങോട്ടേക്ക് നടക്കാം, അതേപോലെ തന്നെ ഇതിങ്ങോട്ടേക്ക് നടക്കാം. അപ്പോൾ സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവുന്ന പ്രോസസ്സ് ആണെങ്കിൽ, സോളിഡ് ടു ലിക്വിഡ് ആണെങ്കിൽ നമ്മളതിനെ ഫ്യൂഷൻ എന്ന് പറയും. ലിക്വിഡിൽ നിന്ന് സോളിഡ് ആണെങ്കിൽ നമ്മളതിനെ ഫ്രീസിങ് എന്ന് പറയും. ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആണെങ്കിൽ
വേപ്പറൈസേഷൻ, ഗ്യാസിൽ നിന്ന് ലിക്വിഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് കണ്ടൻസേഷൻ. അപ്പോൾ ഇത് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിഡ് ലിക്വിഡായി, ഇവിടെ ഫ്രീസിങ് ആണ്. സോ ഇറ്റ് വിൽ റിലീസ് ദ ഹീറ്റ് എനർജി. സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് ആവണം. പറഞ്ഞത് മാറിപ്പോയി. സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവുന്ന സമയത്ത് ഫ്യൂഷനാണ്, സോ ഹീറ്റ് അബ്സോർബ് ചെയ്യണം. ലിക്വിഡിൽ നിന്ന് സോളിഡ് ആവുന്ന സമയത്ത് ഹീറ്റ് റിലീസ് ചെയ്യണം. അപ്പോൾ അത് ഫ്രീസിങ്ങിൽ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ലിക്വിഡ് ടു ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് വേപ്പറൈസേഷൻ. വേപ്പറൈസേഷൻ ഹീറ്റ് അബ്സോർബ് ചെയ്യണം. ഗ്യാസിൽ നിന്ന് ലിക്വിഡ് ആവണമെങ്കിൽ ഹീറ്റ് എനർജി റിലീസ് ചെയ്യണം. സോ ദാറ്റ് ഈസ് കണ്ടൻസേഷൻ. അപ്പോൾ ഫ്രീസിങ്ങിലാണെങ്കിൽ ഹീറ്റ് റിലീസ് ചെയ്യുന്നു, ഫ്യൂഷനിലാണെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ വേപ്പറൈസേഷനിൽ ഹീറ്റ് അബ്സോർപ്ഷൻ ആണ്, കണ്ടൻസേഷനിൽ ഹീറ്റ് റിലീസിങ് ആണ്. അപ്പോൾ ഈ പ്രോസസ്സുകൾക്കൊക്കെ ലാറ്റൻ ഹീറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഇപ്പോൾ പലരും ചോദിക്കും ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷനും ഫ്രീസിങ്ങും തമ്മിൽ രണ്ടും സെയിം ആണ്. അതായത് ഇവിടെ ഫ്രീസിങ് നടക്കുന്ന സമയത്ത് ഹീറ്റ് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഹീറ്റ് അബ്സോർപ്ഷൻ. അപ്പോൾ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാലും ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്രീസിംഗ് എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. ഇവിടെ ഫ്യൂഷനിലാണെങ്കിൽ അത് അബ്സോർബ്ഡ് ഹീറ്റും ഫ്രീസിങ്ങിലാണെങ്കിൽ അത് റിലീസ്ഡ് ഹീറ്റ് പെർ യൂണിറ്റ് മാസ്. ഇവിടെ അബ്സോർബ്ഡ് ഹീറ്റ് പെർ യൂണിറ്റ് മാസും ഇവിടെ റിലീസ്ഡ് ഹീറ്റ് പെർ യൂണിറ്റ് മാസുമാണ് ലാറ്റൻ ഹീറ്റ് വരുന്നത്. ഇതേപോലെ തന്നെയാണ് ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാലും ലാറ്റൻ ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. ഇവിടെ ഹീറ്റ് അബ്സോർപ്ഷനും ഇവിടെ ഹീറ്റ് അബ്സോർബ്ഡ് പെർ യൂണിറ്റ് മാസും ഇവിടെ ഹീറ്റ് റിലീസ്ഡ് പെർ യൂണിറ്റ് മാസുമാണ് നമ്മൾ ലാറ്റൻ ഹീറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇതൊന്നും തെറ്റിപ്പോകരുത്, അതിനുവേണ്ടിയാണ് പറയുന്നത്. കാരണം പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ പലർക്കും സംശയം വരും. ഫ്രീസിങ്ങും ഫ്യൂഷനും ഒരു വ്യത്യാസവും ഇല്ല, ഇതിൻ്റെ വാല്യൂ എല്ലാവർക്കും സെയിം ആണ്. അപ്പോൾ ലാറ്റൻ ഹീറ്റ് അങ്ങനെ. ലാറ്റൻ ഹീറ്റിൽ ഇനി പറയാൻ വേണ്ടി മാത്രമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ആ കലോറിമെട്രിയുടെ കാര്യം പറഞ്ഞപ്പോൾ കലോറിമെട്രി എവിടെയാണ് നമ്മുടെ കലോറിമെട്രി? എവിടെ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, കലോറിമെട്രിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ കലോറിമെട്രിയുടെ ക്വാണ്ടിറ്റി ഡെഫിനിഷൻ പറഞ്ഞു, അതിൻ്റെ മെയിൻ ലോസ് എന്താണെന്ന് പറഞ്ഞു. ഒരു കാര്യം അതവിടെ നമുക്കൊന്ന് വേണമെങ്കിൽ ആഡ് ചെയ്ത് വെക്കാവുന്ന ഒരു കാര്യമാണ് റിഗാർഡിങ് കലോറിമെട്രി. എന്താണെന്ന് വെച്ചാൽ മക്കളെ, ഈ കലോറിമെട്രിയിൽ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾക്ക് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് വിൽ ക്രിയേറ്റ് ടു ചേഞ്ചസ്. രണ്ട് ഫിസിക്കൽ നമ്മൾ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഫിസിക്കൽ ചേഞ്ചസ് ഡ്യൂ ടു ദ അബ്സോർപ്ഷൻ ഓഫ് റിജക്ഷൻ ഓഫ് ഹീറ്റ്. അവിടെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്താൽ ആ സിസ്റ്റത്തിന് രണ്ട് ചേഞ്ചുകളാണ് ഉണ്ടാകുന്നത്. അതിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യമാണ്, രണ്ട് ചേഞ്ചുകളാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ എന്താ മക്കളെ, നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം. ഒരു സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറിൽ ഒരു ചേഞ്ച് വരാം, അല്ലേ? ഒരു സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്താൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാം. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുക മാത്രമാണോ വേണ്ടത്? അല്ല, പിന്നെ എന്തും കൂടെ ഉണ്ടാവുക അവിടെ? സ്റ്റേറ്റിൽ ചേഞ്ചും വരാം. ഈ രണ്ട് കാര്യങ്ങളല്ലേ ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് കൊണ്ട് ഉണ്ടാവുന്നത്. whenever there is a heat exchange between two systems, a possibility is ഒന്നുകിൽ ടെമ്പറേച്ചർ ചേഞ്ച് വരാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ചേഞ്ച് വരാം. ഈ രണ്ട് കാര്യങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും ചേഞ്ച് അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ? യു ക്യാൻ നെവർ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഹീറ്റ് എക്സ്ചേഞ്ചിൻ്റെ റിസൾട്ട് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഈ രണ്ടാൾക്കാരാണ്, ടെമ്പറേച്ചർ ചേഞ്ച് ആൻഡ് സ്റ്റേറ്റ് ചേഞ്ച്. ആൻഡ് ബോത്ത് വിൽ നെവർ ഹാപ്പൻ സൈമിൾട്ടേനിയസ്ലി. രണ്ടുപേരിൽ ഒരാൾ മാത്രമേ ഒരേ സമയം നടക്കുകയുള്ളൂ. അതായത് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യില്ല, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യില്ല. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നീട് പറയാം കേട്ടോ. അതായത് നിങ്ങളിപ്പോൾ ഒരു മെറ്റീരിയൽ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ ടെമ്പറേച്ചർ മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യില്ല. അതേസമയം നമ്മൾ ലിക്വിഡ് ഗ്യാസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ലിക്വിഡ് ഗ്യാസായിട്ട് മാറും. എടുത്ത ലിക്വിഡ് മൊത്തം ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് വരെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അതായത് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചറും ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റും കോൺസ്റ്റൻ്റ് ആണ്. ദേ വിൽ നെവർ ഹാപ്പൻ സൈമിൾട്ടേനിയസ്ലി. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ പോകാം കേട്ടോ. ഇപ്പോൾ ഞാനതൊന്ന് ഓർമ്മ വന്ന 2 പോയിന്റുകൾ പറഞ്ഞു എന്ന് മാത്രം. So we are back to this latent heat. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ലാറ്റൻ ഹീറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതേപോലെ അവിടെ നമുക്ക് ആവശ്യം വരുന്ന, എസ്പെഷ്യലി ജെഇക്കാർക്കൊക്കെ എപ്പോഴും ആവശ്യം വരുന്നൊരു കാര്യമാണ്
വാട്ടർ ഈക്വലൻറ്റ് എന്ന് പറയുന്നൊരു ടൈം. അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നു മാത്രം. വാട്ടർ ഈക്വലൻ്റ് എന്ന് പറയുന്ന ഒരു ടൈമുണ്ട്. ഇപ്പോൾ നമ്മളൊരു മെറ്റീരിയലിലേക്ക് ഹീറ്റ് എനർജി കൊടുക്കുന്നു. എന്ത് മെറ്റീരിയലാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു മെറ്റീരിയലിലേക്ക് നമ്മൾ ഹീറ്റ് എനർജി കൊടുത്തു. നമ്മൾ കൊടുത്ത ഹീറ്റ് എനർജി എന്ന് പറയുന്നത് dQ ആണ്. അപ്പോൾ എനിക്ക് എന്താ എഴുതാം? dQ is equal to m as per this equation I can write as dQ is equal to mc delta t. അപ്പോൾ ഞാൻ ആ സിസ്റ്റത്തിലേക്ക് കൊടുത്ത ഹീറ്റ് എനർജി എന്ന് പറയുന്നത് dQ is equal to m എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ സബ്സ്റ്റൻസിൻ്റെ മാസ്, ആ സബ്സ്റ്റൻസിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി നമുക്ക് C ആയിട്ട് എടുക്കാം. അതിൻ്റെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് അതിനുണ്ടായിട്ടുള്ള ടെമ്പറേച്ചർ ചേഞ്ച് ഡെൽറ്റ ടി ആണ്. സോ dQ is equal to mc delta t for that particular material. ഇതേ എമൗണ്ട് ഓഫ് ഹീറ്റ് നമ്മൾ കൊടുക്കുന്നത് വെള്ളത്തിനാണെന്ന് വിചാരിക്കുക. സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് യു ആർ പ്രൊവൈഡിങ് ടു വാട്ടർ. വെള്ളത്തിന് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിലുണ്ടാവുന്ന, അതായത് നിങ്ങൾ സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് വെള്ളത്തിന് കൊടുത്തു. എത്ര വെള്ളം എന്ന് പറയുന്നില്ല, ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഈ dQ എന്ന് പറയുന്ന എമൗണ്ട് വെള്ളത്തിലേക്ക് കൊടുത്തപ്പോൾ വെള്ളത്തിനും സെയിം ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടായെങ്കിൽ അവിടെ വെള്ളത്തിൻ്റെ മാസ് എന്തായാലും ഇതിന് ഈക്വൽ ആയിരിക്കില്ല. സോ ഇതിനെ മാസ് ഓഫ് വാട്ടർ എന്നും ഇതിനെ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വാട്ടർ എന്നും പറയാം. ഓക്കെ, സോ യു ആർ പ്രൊവൈഡിങ് എ ഹീറ്റ് എനർജി ടു എ മെറ്റീരിയൽ and the heat energy given to the material is mc delta t, and you are giving the same amount of heat energy for some water to create the same temperature change. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് വാട്ടർ എത്രയായിരിക്കും എന്ന് കാണിക്കുന്ന നമ്പറാണ് വാട്ടർ ഈക്വലൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. mc delta t is equal to mass of water into specific capacity of water into delta t. delta t ക്യാൻസൽ ആയിപ്പോയി. സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, 1 കലോറി പെർ ഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് ആണ് വെള്ളത്തിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി. സോ വാട്ട് വി ക്യാൻ റൈറ്റ്, മാസ് ഓഫ് വാട്ടർ ദാറ്റ് ഈസ് റിക്വയർഡ് ടു ക്രിയേറ്റ് ദ സെയിം ടെമ്പറേച്ചർ ചേഞ്ച് ഫോർ ദ സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഈസ് ഈക്വൽ ടു mc, where m represents mass of the initial substance and c represents the specific capacity of that material. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാട്ടർ ഈക്വലൻ്റ് എന്ന് വിളിക്കുന്നത്. മറക്കണ്ട, വാട്ടർ ഈക്വലൻ്റ് ഇസ് ഈക്വൽ ടു m ഇൻറ്റു c, മാസ് ഓഫ് ദ മെറ്റീരിയൽ ഇൻറ്റു സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് ദ മെറ്റീരിയൽ. അത് മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. നമ്മളൊരു മെറ്റീരിയലിനെ ചൂടാക്കാൻ വേണ്ടി കുറച്ച് ഹീറ്റ് കൊടുത്തു. അതേ ഹീറ്റ് കുറച്ച് വെള്ളത്തിന് കൊടുത്തപ്പോൾ വെള്ളത്തിൽ ഉണ്ടായിട്ടുള്ളതും സെയിം ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. സോ അത്രയും ആ സിറ്റുവേഷനിൽ നമ്മൾ എത്ര വെള്ളം എടുത്തിട്ടുണ്ടോ ആ വെള്ളത്തിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? വാട്ടർ ഈക്വലൻ്റ് എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് വാട്ടർ റിക്വയർഡ് ടു ക്രിയേറ്റ് ദ സെയിം എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച് ആസ് ദാറ്റ് ഓഫ് ദ ബോഡി. ഇപ്പോൾ നിങ്ങൾ ഒരു പാത്രത്തിൽ, ഒരു മെറ്റാലിക് ബീക്കറിൽ വെള്ളം എടുക്കുകയാണ്. മെറ്റാലിക് ബീക്കർ വെള്ളം എടുത്ത് ചൂടാക്കി. അപ്പോൾ വെള്ളം ചൂടാവും, ആ പാത്രം ചൂടാവും. അതുപോലെയുള്ള കേസുകളിലാണ് നമുക്ക് ഈ വാട്ടർ ഈക്വലൻ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്ത ഹീറ്റ് എനർജി മൊത്തം ആർക്കല്ല പോകുന്നത്? വെള്ളത്തിനല്ല പോകുന്നത്. വെള്ളത്തിനും പോകുന്നുണ്ട്, പാത്രത്തിനും പോകുന്നുണ്ട്. അതുപോലെ ഹീറ്റ് ഡിവൈഡ് ചെയ്ത് പോകുന്ന കേസുകളിലാണ് നമുക്ക് വാട്ടർ ഈക്വലൻ്റ് കൺസിഡർ ചെയ്യേണ്ടി വരിക. കുറച്ചൊന്ന് കൺഫ്യൂസിങ് ആയിട്ടുള്ള ടൈമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇതേ ഹീറ്റ് വെള്ളത്തിന് കൊടുത്താൽ വെള്ളത്തിൽ സെയിം എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എടുത്ത വെള്ളത്തിൻ്റെ മാസ് എത്ര, ആ ഹൗ മച്ച് എമൗണ്ട് ഓഫ് വാട്ടർ എന്ന് കാണിക്കുന്ന ആ ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാട്ടർ ഈക്വലൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ ക്വസ്റ്റ്യൻ ചെയ്യും, നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട കുറച്ച് കോൺസ്റ്റൻസ് ഉണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതിൽ നമ്മൾ ഈ ലാറ്റൻറ്റ് ഹീറ്റിൻ്റെ കാര്യം പറഞ്ഞു. നമുക്ക് ഈ ലാറ്റൻറ്റ് ഹീറ്റ് വെള്ളത്തിൻ്റെ പല സമയത്തായിട്ട് ഉപയോഗം വരും. അപ്പോൾ വെള്ളത്തിൻ്റെ ലാറ്റൻറ്റ് ഹീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫോർ വാട്ടർ, അതിൽ ആദ്യത്തെ ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാലും ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്രീസിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ആണ്. അതിൻ്റെ വാല്യൂ വരുന്നത് 80 കലോറി പെർ ഗ്രാം ആണ്. 80 കലോറി പെർ ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മളതിനെ SI യൂണിറ്റിലേക്ക് മാറ്റിയാൽ കലോറിയെ ജൂളിലേക്ക് മാറ്റുക, ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റുക. സോ യു വിൽ ബി ഗെറ്റിംഗ് 80 കലോറി പെർ ഗ്രാം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3.3 ഇൻറ്റു 10⁵ ജൂൾ പെർ കിലോഗ്രാം എന്ന് കിട്ടും. ഇതേപോലെ ലാറ്റൻ ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാലും ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാലും ദേ ആർ ഈക്വൽ ടു 540
കലോറി പെർ ഗ്രാം. എക്സ്പെരിമെൻ്റിൽ കണ്ടുപിടിക്കുന്ന വാല്യൂസ് ആണ്. അല്ലെങ്കിൽ SI സിസ്റ്റത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു 22.6 ഇൻറ്റു 10⁵ കലോറി അല്ല, 10⁵ ജൂൾ പെർ കിലോഗ്രാം എന്ന് കിട്ടും വെള്ളത്തിൻ്റെ. ബൈ ഹാർട്ട് ചെയ്യേണ്ട വാല്യൂസ് ആണ്. കൂടുതൽ നമുക്ക് ഈ CGS അല്ലെങ്കിൽ കലോറി വാല്യൂസ് എടുക്കുന്നതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം കേട്ടോ. ഇതുപോലെ നമുക്ക് ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ആണ്. അതെപ്പോഴും ഓർമ്മ വേണ്ടോ. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 4200 ജൂൾ പെർ കെൽവിൻ പെർ കിലോഗ്രാം എന്ന് വരും. അല്ലെങ്കിൽ നമുക്കിതിനെ CGSലേക്ക് മാറ്റാം. CGSലേക്ക് മാറ്റുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാല്യൂ വരുന്നത്. ജൂളിനെ കലോറിയിലേക്ക് മാറ്റാം, കെൽവിനെ ഡിഗ്രി സെൽഷ്യസിലേക്കും കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു 1 കലോറി പെർ ഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. ഓർമ്മിച്ച് വെച്ചോളൂ. ഇത് വാട്ടറിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റിയാണ്. ഇതേ സമയം നിങ്ങൾ ഐസാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഐസിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാഫ് ഓഫ് ദ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വാട്ടർ. ദീസ് ആർ ദ പോയിന്റ്സ് ടു റിമെമ്പർ. ഓക്കെ, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആവശ്യം വരുന്നതാണ്, ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് വേപ്പർ ആണെങ്കിൽ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വേപ്പർ ഇസ് ഈക്വൽ ടു 0.46 ടൈംസ് സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വാട്ടർ. ഇത് 0.5 ടൈംസ് ആണ്. നമുക്ക് ഇങ്ങനെ എഴുതാലോ, 0.5 ടൈംസ് സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വാട്ടർ. ദിസ് ഇസ് 0.46 ടൈംസ് സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വാട്ടർ. സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വാട്ടർ മാത്രം നിങ്ങൾ ബൈഹാർട്ട് ചെയ്താൽ മതി, മറ്റേ റിലേഷൻ ഓർമ്മിച്ച് വെച്ചോളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കലോറിമെട്രിയുടെ ഫണ്ടമെൻ്റൽസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അനാലിസിസിലേക്കൊക്കെ അടുത്ത ദിവസം തുടങ്ങാം. ഇന്ന് നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ മതി. ഓക്കെ, താങ്ക് യു.